എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ കെ.പി. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണല്ലോ. എല്ലാ വ്യക്തികളും വീട്ടിനുള്ളിൽ കഴിയുന്ന കാലം. സ്വാഭാവികമായും കറണ്ടിന്റെ ഉപയോഗവും കൂടുമല്ലോ. ഇലക്ട്രിസിറ്റി ബിൽ കണ്ടാൽ ഞെട്ടിത്തരിച്ച് ബോധം കെടുന്ന വീട്ടമ്മമാർക്കും വീട്ടുകാർക്കും വേണ്ടിയാണിത്. ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ തൊഴിലിൽ വർദ്ധിച്ചു വരുന്ന കൊറോണ മൂലം ആർക്കും തൊഴിൽ ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബിൽ കുറച്ച് എങ്ങനെ പണം ലാഭിക്കാം എന്ന വിഷയത്തിലൂടെയാണ് IEEE യങ് പ്രൊഫഷണൽ കേരള പരിഹാരമായി ഊർജ്ജനിധി എന്ന പരിപാടിയുടെ ആശയവുമായി മുന്നോട്ട് വരുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി ഉപയോഗപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗം ചെയ്യുവാനായി മിസ്റ്റർ അനിരുദ്ധൻ അവർകളെ ക്ഷണിക്കുന്നു. മിസ്റ്റർ അനിരുദ്ധൻ, പ്ലീസ്. കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് IEEE പവർ ആൻഡ് എനർജി യങ് പ്രൊഫഷണൽസ് കേരള നടത്തുന്ന ഊർജ്ജനിധി എന്ന പരിപാടിയുടെ ഭാഗമായാണ്. IEEE പവർ എനർജി സൊസൈറ്റി യങ് പ്രൊഫഷണൽസ് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക സംഘടനയാണ്. ലോകമെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ കേരള ഘടകത്തിൻ്റെ പങ്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തിടത്തോളം വലുതാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സാങ്കേതികമായി വളർത്തിയെടുക്കാൻ IEEPES യങ് പ്രൊഫഷണൽസ് കേരള വഹിക്കുന്ന പങ്ക് അവിസ്മരണീയമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും തൊഴിലിന് ശ്രമിക്കുന്നവർക്കും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ സംഘടനയുടെ സഹായഹസ്തം എന്നും ഒരു കൈത്താങ്ങാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമുക്ക് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന എഞ്ചിനീയർ ഷൈൻ സെബാസ്റ്റ്യൻ അവർകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സായ ആൽബിൻ, ശരൺ, അഭിനവ്, റെനീന, വിദ്യ, കാതറിൻ, അതീന, അമൽ എന്നിവരെയും ഞാൻ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിസ്റ്റർ അനിരുദ്ധൻ. അടുത്തതായി ഊർജ്ജനിധിയുടെ അവലോകനവും പറയുവാനായി മിസ് കാതറിൻ ആന്റണി അവരെ ക്ഷണിക്കുന്നു. മിസ് കാതറിൻ, പ്ലീസ്. IEEE പവർ ആൻഡ് എനർജി യങ് പ്രൊഫഷണൽസ് എന്ന സംഘടന ലോകമെമ്പാടുമായി പ്രചാരത്തിലുണ്ട്. എന്നിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കേരളത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഈ കോവിഡ് കാലത്ത് തന്നെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്തുകൊണ്ട് ഈ സംഘടന വ്യക്തിത്വം പ്രകടിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾ ലോകത്തിലെ തന്നെ പലയിടങ്ങളിലുള്ള വ്യക്തികൾക്കും സംരംഭകർക്കും സഹായഹസ്തം നീട്ടാൻ സന്നദ്ധരാവുകയാണ് IEEPES യങ് പ്രൊഫഷണൽസ് കേരള. ആധുനിക കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രധാന നിരക്ക് വർധനവിന് പരിഹാരം കാണാൻ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ഊർജ്ജനിധി എന്ന പരിപാടിയിലൂടെ അവസരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് IEEPES യങ് പ്രൊഫഷണൽസ് കേരള. ഈ പരിപാടി ചെയ്യുന്ന വിദ്യയെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലൂടെ എഞ്ചിനീയർ ഷൈൻ സെബാസ്റ്റ്യൻ അവർകൾ നമുക്ക് ഏവർക്കും വൈദ്യുതി നിരക്ക് വർധനവിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. നന്ദി. നന്ദി മിസ് കാതറിൻ. അടുത്തതായി കാര്യപരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും വേണ്ടി ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. എന്തെങ്കിലും സംശയം പരിപാടിയുടെ ഇടയിൽ വന്നാൽ അത് വെബെക്സ് ചാറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. എല്ലാ സംശയവും പരിപാടിയുടെ അവസാനത്തിൽ ഉള്ള ചോദ്യോത്തരവേളയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നത് പകരം ആ ചോദ്യം ചാറ്റ് ബോക്സിൽ ചോദിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ചോദ്യവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞങ്ങൾ നൽകുന്നതാണ്. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് സെഷൻ ആരംഭിക്കാം.
ഇന്നത്തെ നമ്മുടെ പരിപാടിയിലെ വിശിഷ്ട അതിഥിയായ എത്തിയിരിക്കുന്ന KSEB അസോസിയേഷനിലെ എഞ്ചിനീയറായ എഞ്ചിനീയർ ഷൈൻ സെബാസ്റ്റ്യൻ സർ ആണ്. സെഷൻ ആരംഭിക്കുന്നതിനായി എഞ്ചിനീയർ ഷൈൻ സെബാസ്റ്റ്യൻ സാറെ ഞാൻ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു. സോ പ്ലീസ്. Sir? Okay. സ്ലൈഡ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? കാണുന്നുണ്ട് സർ. കാണാം സാർ. ഐ റിപ്പീറ്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. സെഷന്റെ അവസാനം ഒരു ചോദ്യോത്തര വേളയുണ്ട്, അതിൽ നമുക്ക് എല്ലാ ഡൗട്ട്സും തീർക്കാവുന്നതാണ്. താങ്ക് യു. സർ? യെസ് സർ. നിങ്ങൾക്ക് പോൾ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കാണുന്നുണ്ടോ? പോളിംഗ്? ആക്ച്വലി നോ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. സർ സ്ക്രീനിലൊന്നും കാണുന്നില്ല. ഗ്രേ ആണ് വരുന്നത്, ഗ്രേ ബാക്ക്ഗ്രൗണ്ടിലാണ് വരണത്. ഓക്കെ. ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. യെസ്, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, I was just trying for that. ഓക്കെ സർ, സ്ക്രീൻ ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു. കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു, കാരണം പോളിംഗ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും once again I'm thanking everyone who joined this program. അപ്പൊ എന്താണ് ഇവിടുത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി KSEB ഒരു എഞ്ചിനീയർ ആയിട്ട് ഇരുന്നിട്ട് വൈദ്യുതി ബില്ല് കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലാസ് എടുക്കുന്നത് തന്നെ ഒരു വേറൊരു ഫീലാണ്. പക്ഷെ വൈദ്യുതിയുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് KSEB-യിലാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് എനർജി എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു മെഷീൻ ആണെങ്കിലും അതിന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് എനർജി. അപ്പൊ അത് ബേസിക്കലി അത് ജൂളിലാണ് നമ്മൾ പറയാറ്. പക്ഷെ ഒരു ലാർജ് ക്വാണ്ടിറ്റി എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ കിലോ വാട്ട് അവർ എന്ന് പറയും. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി അത് അവിടെയാണ് നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം ദർ ആർ 3 ടൈപ്സ്. ഒന്ന് പ്രൈമറി, പിന്നെ കൊമേഴ്സ്യൽ ആൻഡ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. പ്രൈമറി എനർജി എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസും കോള്, ഓയിൽ, അതെല്ലാം നമ്മളിപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്രോള് അല്ലെങ്കിൽ കൽക്കരി എന്നുള്ള സാധനങ്ങൾ. അത് നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ കിട്ടുന്ന വളരെ റോ ഫോം ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേസമയം സെക്കൻഡറി എനർജി എന്ന് പറയുന്നത് നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന എനർജി. അതിൽ ഒന്നാണ് സ്റ്റീം. അതായത് പണ്ട് കാലത്ത് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടി എന്ന് പറയുന്ന സംഭവം, അതിന് സ്റ്റീം കോള് കത്തിച്ച് അതിൽ നിന്നുള്ള സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ വേറൊരു വലിയൊരു കണ്ടുപിടുത്തായിരുന്നു ഇലക്ട്രിസിറ്റി. അതാണ് സെക്കൻഡറിയിൽ വരുന്ന എനർജി. അതേസമയം കൊമേഴ്സ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള എന്തൊക്കെയാണ് എനർജി എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റിയും കോള്, LPG, CNG ഇതൊക്കെ കൊമേഴ്സ്യലി നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. അതേസമയം നോൺ കൊമേഴ്സ്യൽ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് മരം, അതുപോലെ തന്നെ കാറ്റിൽ ഡങ്ക്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, പിന്നെ കൂടാതെ ഇപ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സോളാർ എനർജി. അപ്പൊ ഇത്രയും ഇതാണ് കൊമേഴ്സ്യൽ, നോൺ കൊമേഴ്സ്യൽ. എൻ്റെ അടുത്തതാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ഇവിടെയാണ് ഇപ്പൊ ലോകം എല്ലായിടത്തും എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് റിന്യൂവബിൾ എനർജിയിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് റിന്യൂവബിൾ എനർജി ഇത്രയധികം ഇമ്പോർട്ടൻറ്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് യൂസ് ചെയ്താലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാലും അത് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. എപ്പോഴും അത് പുനരുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അപ്പം അതാണ് റിന്യൂവബിൾ എനർജിയുടെ പ്രത്യേകത. അതിന്റെ എക്സാമ്പിളാണ് സോളാർ, അതുപോലെ തന്നെ ജിയോ തെർമൽ, അതുപോലെ തന്നെ ഹൈഡ്രോ. നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പവർ തരുന്ന ഹൈഡ്രോ. അതാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു റിന്യൂവബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. കാരണം വെള്ളം നമ്മൾ ഒരിക്കലും കൺസ്യൂം ചെയ്തിട്ട് കളയുന്നില്ല ചെയ്യുന്നത്. അത് മഴ പെയ്ത് മുകളിൽ വന്നിട്ട് ആ ഡാംസിൽ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്ന വെള്ളം നമ്മൾ പവറായി കൺവേർട്ട് ചെയ്യണം. നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പം ഗ്യാസ് സ്റ്റേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡീസൽ പവർ പ്ലാന്റ്, KD കക്കയം കോഴിക്കോട് ഡീസൽ പവർ പ്ലാന്റ്, അല്ലെങ്കിൽ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ അവരുടെ ലിഗ്നൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പ്ലാന്റ്. ഇവിടെയൊക്കെ ലിഗ്നൈറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ലിഗ്നൈറ്റ് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ഡീസൽ ഒരിക്കൽ കാറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഡീസലായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതാണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി. അടുത്തത്, അപ്പൊ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നുണ്ടാവും. അത് നമ്മുടെ തന്നെ കൊച്ചിയിലെ സിയാലിന്റെ എയർപോർട്ടാണ്. അപ്പം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് ഇപ്പം കാർബൺ ന്യൂട്രൽ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ ഏതാണ്ട് 40 മെഗാവാട്ട് പ്ലാന്റ് ആണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്നുള്ളതാണ് അതാണ് ലോകത്തെ തന്നെ അതായത് കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. അവിടെ ഏതാണ്ട് 9 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണ് അവിടെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓവർ ദ നെക്സ്റ്റ് 25 years, അതാണ് അവിടുത്തെ പ്രത്യേകത. വിച്ച് ഈസ് ഈക്വലന്റ് ടു 90 ലക്ഷം ട്രീസ് പ്ലാന്റ്. അവർക്ക് ആക്ച്വലി അവിടെ പ്ലാന്റ് ചെയ്യേണ്ട, അവിടെ 90 ലക്ഷം ട്രീ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് ഈക്വലന്റ് ആണ്. ഓർ നോട്ട് ഡ്രൈവിംഗ് 2400 മില്യൺ മൈൽസ്. ഇതാണ് റിന്യൂവബിളിന്റെ കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈഡ്രോയും
നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇടുക്കി സ്റ്റേഷൻ തുടങ്ങിയ എല്ലാ സ്റ്റേഷൻസും ഹൈഡ്രോയിൽ വരുന്നതാണ്. ബയോമാസും അറിയാവുന്നതാണ്. പിന്നെ അടുത്തതാണ് വൈ ഇലക്ട്രിസിറ്റി. എന്തുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇലക്ട്രിസിറ്റി എന്നുള്ള സാധനത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒരാൾക്ക് പോലും ഒരു മിനിറ്റ്, ഇപ്പം ഒരു മിനിറ്റ് പോലും സപ്ലൈ പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നും വളരെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്ത്. അതായത് ഇപ്പം നമ്മൾ കേരളത്തില് എല്ലാ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇല്ലാണ്ടാണെങ്കിൽ, മീൻസ് എല്ലാം ഓഫ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ എക്സസ് പവറുള്ള സ്ഥലങ്ങളിൽ നിന്ന് പവർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ തന്നെയാണ് പല സംസ്ഥാനങ്ങളും ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അതായത് ഇലക്ട്രിസിറ്റിയാണ് ഇപ്പോഴത്തെ ഏത് കാര്യത്തിനെയും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മൊബൈൽ ടവർ വർക്ക് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതിലൊന്നുകിൽ അവർ ഡീസൽ പവർ പ്ലാന്റ്, ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കും. ബട്ട് നോർമലി ദേ പ്രിഫർ KCB അല്ലെങ്കിൽ ഇപ്പൊ പവർ യൂട്ടിലിറ്റി. കാരണം അവരുടെ സപ്ലൈ കുറച്ചും കൂടി ചീപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, വണ്ടികളാണെങ്കിൽ പോലും ഇലക്ട്രിസിറ്റി, ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, ട്രെയിൻസ് പ്യുവർലി ഇലക്ട്രിക്കൽ ആയിട്ടുണ്ട്. കാരണം ഏറ്റവും ക്ലീൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും നമുക്ക് ഇലക്ട്രിസിറ്റി ആവശ്യം. ഇൻഡസ്ട്രീസ്, മറൈൻസ്, ഏത് കാര്യം എടുത്താലും കപ്പൽ പോകുന്നു, കപ്പലിൽ ഒരു ആക്ച്വലി TG ഉണ്ടാവും. ആ ടർബൈൻ ജനറേറ്റർ ആണ് ഈ പറഞ്ഞ വൈദ്യുതി ഉണ്ടാക്കി തരുന്നത്. ഇൻഡസ്ട്രീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ, ലാപ്ടോപ്സ്, ഏത് സാധനം എടുത്താലും അതിന് ഒരു ബേസിക്കലി അതിന്റെ അതുണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. അപ്പം ഇലക്ട്രിസിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത് എങ്ങനെയാണിത് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ്. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് പവർ. അത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫൈനൽ സ്റ്റേജ് ഇൻ ദ ഡെലിവറി ഓഫ് ഇലക്ട്രിക് പവർ ആണ്. അതായത് കൺസ്യൂമേഴ്സിന്റെ അടുത്തെത്തുന്ന സ്റ്റേജാണ് ഡിസ്ട്രിബ്യൂഷൻ. 1880 ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലോകത്ത്. ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ചാർട്ടാണ്. എങ്ങനെ ഇത് നിങ്ങൾക്ക് എൻ്റെ പെൻ കാണാൻ സാധിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ ജനറേറ്റേഴ്സ് ആണ് ആദ്യം. ഇവിടെ നിന്നാണ് പവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ട്രാൻസ്മിഷനിലേക്ക് വരും. ട്രാൻസ്മിഷന് ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 400 kV പാലക്കാട് NSSന്റെ അടുത്താണെങ്കിലും പാലക്കാട് 400 kV സബ്സ്റ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂർ പറഞ്ഞാൽ മാടക്കത്രയുണ്ട്, എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, മലപ്പുറത്ത്, കോഴിക്കോട് ഭാഗത്തുണ്ട്. അങ്ങനെ അതാണ് ഈ ട്രാൻസ്മിഷൻ ലൈൻസ്. പിന്നെ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും 66 kV ലൈൻസ് ഉണ്ടാവും. കൂടാതെ ഇപ്പൊ ഇവിടെ കാണുന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ. വീടിന്റെ അടുത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ട്രാൻസ്ഫോമർ. എല്ലാവരുടെയും വീടിന്റെ അടുത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. നിങ്ങളുടെ ബില്ലിനകത്ത് പോലും ആ ട്രാൻസ്ഫോമറിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ട്രാൻസ്ഫോമർ എന്നാണ് നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ വന്നിട്ട് സ്മോൾ കൺസ്യൂമേഴ്സിലേക്ക് വരുന്നത്. ഈ സ്മോൾ കൺസ്യൂമേഴ്സിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് 400 to 230 വോൾട്ട് ആണ്. അപ്പൊ എല്ലാവരും നമ്മൾ മനസ്സിലായ കൺസ്യൂമർ ആണെങ്കിൽ അവർക്ക് 3 ഫേസിലും 230 വോൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വോൾട്ടേജ് 400 വോൾട്ടേജ് ഉണ്ടാവും. സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സിംഗിൾ ഫേസ് അവിടെ തന്നെ നമുക്ക് ഒരു പ്രത്യേകത മനസ്സിലാവും. 3 ഫേസിലും ലെറ്റ്സ് ഇത് 3 ഫേസ് ആണെങ്കിൽ അപ്പൊ ആ 3 ഫേസിൽ നമുക്ക് ഒരു ഫേസ് പോയാലും ബാക്കി 2 ഫേസിൽ അപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവും. അതേസമയം ഒരൊറ്റ സിംഗിൾ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ ആ ഫേസിൽ ട്രാൻസ്ഫോമർ ഫ്യൂസോ സെക്ഷൻ ഫ്യൂസോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫേസിൽ 11 kV ലൈനിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നാലും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഓൾവേസ് പ്രിഫർ ടു ഹാവ് 3 ഫേസ് സപ്ലൈ. ഇതാണ് നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം എങ്ങനെ നമ്മുടെ വീട്ടിലെത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഹൗ ടു കാൽക്കുലേറ്റ് കൺസംഷൻ.
എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് പോൾ ആൾക്കാർക്ക് കാണുന്നുണ്ടോ? ഹലോ, കോളിംഗ് കാണുന്നില്ല ആക്ച്വലി. ഒരു സൈഡ് ബാറിലായിട്ട് വന്ന് കിടപ്പുണ്ട് കേട്ടോ, നോക്കിയാൽ മതി. സാർ ഉണ്ട്, കാണാം സാർ, പോൾ കാണാം. പോൾ കാണാവോ? ഇപ്പൊ ഇല്ല, പോളിംഗ് ഓപ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഇപ്പൊ വിസിബിൾ അല്ല. ഓക്കെ, 1 സെക്കൻഡ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബില്ല്, എങ്ങനെയാണ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് അവറിലാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് അവറിൽ കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മീറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിലൊരു എനർജി മീറ്റർ ഉണ്ടാവും. ഈ എനർജി മീറ്റർ ഇപ്പൊ നമ്മളിപ്പോ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയി, അപ്പൊ കടയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പം അതിന് എത്ര കിലോ ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. ആ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി മെഷർ ചെയ്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ KSEBയുടെ അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്ന സാധനം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിനെയാണ് നമ്മൾ എനർജി മീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പവർ കൺസംഷൻ ഓഫ് 100 watt ബൾബ് ഫോർ 24 hours. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഉത്തരം പറയാം. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതായത് കാൽക്കുലേറ്റ് യുവർ ഇലക്ട്രിസിറ്റി. 1 kWh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 watt hour ആണ്. 1000 watt hour ആണ് 1 kWh. 5 watt LED ബൾബ്, 5 watt LED ബൾബ് 200 മണിക്കൂർ അത് ഉപയോഗിച്ചാലാണ് ഒരു യൂണിറ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആ എനർജി മീറ്ററിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതേസമയം അല്ലെങ്കിൽ 8 ദിവസം 8.3 days അത് ആ ബൾബ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വൈദ്യുതി എനർജി മീറ്റർ റെക്കോർഡ് ചെയ്യും. ഇനി നിങ്ങൾ ഇനിയിപ്പം ഒരു 1.5 kilowatt AC എയർ കണ്ടീഷണർ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത് 40 മിനിറ്റ് കൊണ്ട് അതൊരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നത്. 60 watt ബൾബ് ആണെങ്കിൽ 16.6 മണിക്കൂർ. വീട്ടിൽ ഉള്ള ഒരു HP മോട്ടർ ആണെങ്കിൽ 1 മണിക്കൂറും 20 മിനിറ്റ്, ഇത്രയും നേരം കൊണ്ട് തന്നെ അത് അതിന്റെ കൺസംഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു കൺസംഷൻ കാണുന്നത്. ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരു കൂടുതൽ ആൻസേഴ്സും പറഞ്ഞിരിക്കുന്നത് 2.4 kWh ആണ്. അപ്പൊ അത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പം ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ലെവലിലേക്ക് വരാണ്. എനർജി മീറ്റർ ഹാസ് മെനി റെക്കോർഡ്സ്. അതായത് ഏത് എനർജി മീറ്റർ ആണെങ്കിലും, ഇപ്പൊ നമ്മുടെ മെക്കാനിക്കൽ എനർജി മീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എനർജി മീറ്റർ, അത് കൗണ്ടർ ടൈപ്പ് അല്ലെങ്കിൽ ആ എനർജി മീറ്റർ എല്ലാം നിങ്ങൾക്ക് പല രജിസ്റ്റേഴ്സ് അതിനകത്തുണ്ടാവും. അപ്പം നോർമലി നമ്മൾ ആ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ പല റീഡിങ്സ് ചിലപ്പോൾ കാണിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. എപ്പോഴും മീറ്ററിന്റെ സീരിയൽ പൊട്ടിക്കാൻ പാടില്ല. മീറ്ററിൽ വളരെ സേഫ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. നമ്മുടെ കൈ കൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അതിനകത്ത് ചില റീഡിങ്സിന്റെ കൂടെ 1, 2, 3 എന്നൊക്കെ കാണിക്കും. അതാണ് TOD ബേസ്ഡിൽ, TOD എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ദി ഡേ താരിഫ്. ആ താരിഫിൽ ആണ് എല്ലാ മീറ്റേഴ്സും അതിനെ എനേബിൾഡ് ആണ്, പുതിയ മീറ്റേഴ്സ് എല്ലാം. അതുകൊണ്ടാണ് നോർമലി നിങ്ങളിപ്പോൾ ഒരു എനർജി മീറ്റർ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം B1, B2, B3 എന്നൊക്കെ കാണിക്കും. അത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി, ഓരോ മാസത്തിന്റെ അവസാനം 31-ാം തീയതി ആണെങ്കിൽ 31-ാം തീയതി 24 hours 24, 23, 59 കഴിഞ്ഞ് 24 എന്ന് പറഞ്ഞൊരു സമയമാകുമ്പോൾ ഇത് റീസെറ്റ് ആവും. അപ്പം
ഒരു എവറി മന്ത് ഈ പറഞ്ഞ മീറ്റർ റീഡിങ് നിങ്ങൾക്ക് കാണുന്ന ഒരു ഡാറ്റയാണ് ഈ B1, B2, B3. അപ്പൊ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി, രാവിലെ 10 മുതൽ 6 മണി വരെ. B2 എന്ന് പറയുന്നത് ഈവനിങ് 6 മുതൽ 10 PM വരെ. ഓഫ് പീക്ക് എന്ന് പറയുന്നത് 10 മുതൽ 6 AM വരെ. അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൺസ്യൂമേഴ്സ് 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിൽ, ഡൊമസ്റ്റിക്കിന്റെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ, അവരെ TOD താരിഫിൽ ബില്ല് ചെയ്യണം. അപ്പം നോർമൽ താരിഫ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു താരിഫായിരിക്കും. പീക്കിൽ വരുമ്പം ഒരു 20% എക്സ്ട്രാ ചാർജ് ചെയ്യും. ഓഫ് പീക്കിൽ വരുമ്പം കുറവാണ് ചാർജ് ചെയ്യുള്ളൂ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ TODയുടെ പ്രത്യേകത. അതേസമയം അതിനകത്ത് തന്നെ നമ്മൾ സാധാരണ മീറ്ററിലെല്ലാം കാണുന്ന ഒരു C എന്നായിരിക്കും കണ്ടാവാം. ക്യുമുലേറ്റീവ് എന്നാണ് കാണിക്കുക. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ പറഞ്ഞ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ക്യുമുലേറ്റീവ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ദിവസം റീഡിങ് കാണിച്ചത് 0 ആയിരുന്നു. രണ്ടാമത്തെ ദിവസം കാണിക്കുമ്പോൾ അത് എത്ര 5 യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് 5 ആയി. അടുത്ത ദിവസം 1 യൂണിറ്റ് ആണ് ഉപയോഗിച്ചത്, അപ്പോൾ അത് 6 ആയി. അങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ രജിസ്റ്റർ. അപ്പൊ ഇതാണ് നിങ്ങളുടെ രജിസ്റ്റേഴ്സും എങ്ങനെ നിങ്ങൾക്ക് റീഡിങ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഫസ്റ്റത്തെ കാണുന്ന മീറ്ററിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അതിനകത്ത് T1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മീറ്ററിന്റെ പേര് LNT എന്നാണ്. അതിൽ ഇതെല്ലാം കാണിക്കുന്നത് സിംഗിൾ ഫേസ് മീറ്റർ ആണ്. പക്ഷെ സിംഗിൾ ഫേസിലും 3 ഫേസിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഒരേ റീഡിങ് ആയിരിക്കും. അപ്പൊ T1 എന്ന് പറയുന്നതാണ് ടൈം സോൺ. ഇതല്ലാതെ T1 ഈ റീഡിങ് എല്ലാം എടുക്കേണ്ടത് കാണേണ്ട റീഡിങ് KWH എന്ന് പറഞ്ഞ ഒരു റീഡിങ് ആണ്. ഇവിടെ ഈ പറഞ്ഞ മീറ്റർ ആണെങ്കിൽ KWH എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ ആണെങ്കിലും KWH കാണും, ഇതിലാണെങ്കിലും KWH ആണ്. ഇത് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റീഡിങ് ആണ്. അപ്പൊ ഈ റീഡിങ് ആണ് എല്ലാവരും നോക്കേണ്ടത്. പിന്നെ ഈ എല്ലാ മീറ്റേഴ്സിനും പോകുന്ന ഒരു LED ഡിസ്പ്ലേ കാണാം. അത് ബ്ലിങ്ക് ചെയ്യുന്നതാണ്, നോർമലി ബ്ലിങ്ക് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് മിക്കപ്പോഴും ആൾക്കാർ വിളിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഒരു സമയം കിട്ടി പറഞ്ഞു നോക്കാം. അപ്പം നിങ്ങളുടെ മീറ്ററിൽ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അമർത്താതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ, അതിനകത്ത് വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കാണാൻ പറ്റും. ആ വോൾട്ടേജ് 230 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കുറവുള്ള ഒരു വാല്യൂ ഉണ്ട്. വളരെ താഴ്ന്നതല്ല, 230, 35, 240, 200 മുകളിലുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മീറ്ററിൽ വർക്കിംഗ് ഫൈൻ ആണ്. മീറ്ററിന് ശേഷമുള്ള ഏതെങ്കിലും ഭാഗത്തായിരിക്കും പ്രശ്നമുള്ളത്. അപ്പൊ കൺസ്യൂമേഴ്സ് സാധാരണ ഓഫീസിൽ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മീറ്ററിന്റെ ഡിസ്പ്ലേ കാണുന്നുണ്ടോ? അപ്പം എല്ലാവരും ഡിജിറ്റൽ മീറ്ററിലേക്ക് പോകാൻ ശ്രമിക്കുക. കാരണം ഡിജിറ്റൽ മീറ്ററിലാണെങ്കിൽ ഈ പറഞ്ഞ കുറെ ഓപ്ഷൻസ് നമുക്ക് കൺസംഷൻ ബേസിൽ കാണാൻ സാധിക്കും. അപ്പൊ ആദ്യം തന്നെ മീറ്റർ കറണ്ട് ബില്ല് കുറയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഉപയോഗം, നമ്മൾ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടി പഠിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചത്. ഇതിൽ ഈ കാണുന്ന ഒരു ഒപ്റ്റിക്കൽ പോർട്ടാണ്. ഇതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടെ സീലുകൾ കാണാം. സീൽ ഒരിക്കലും തൊടാൻ പാടില്ല. പലതരത്തിലുള്ള തെഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ ആരും ഒന്നും ഈ പറഞ്ഞ സീലുകൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാത്രം റീഡിങ് എടുക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിക്കൽ റീഡിങ്ങിന്റെ ആവശ്യം ഇപ്പോൾ നിലവിലില്ല. കാരണം എല്ലാ ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ് നിങ്ങളുടെ എത്ര യൂണിറ്റ് കൺസംഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം രാവിലെ 8 മണിക്ക് നോക്കി അടുത്ത ദിവസം 8 മണിക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര ഉപയോഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒരു നോർമൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ നിങ്ങളുടെ താരിഫ് എന്ന് പറയുന്ന സംഭവം. താരിഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. താരിഫ് ബേസിക്കലി 2 ഭാഗമാണ് അതിനുള്ളത്. ഒന്ന് ഫിക്സഡ് ചാർജിന്റെ പോർഷനും മറ്റേത് എനർജി ചാർജിന്റെ പോർഷനും. ഫിക്സഡ് ചാർജിന്റെ പോർഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിക്സഡ് ചാർജിൽ നമുക്ക് ഒരു സിംഗിൾ ഫേസിനും 3 ഫേസിനും വേണ്ടി റേറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇത് പഴയ താരിഫാണ്, പ്രീ റിവൈസ്ഡ് ആണ്. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം വന്നത്. അതായത് റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺസംഷൻ ബേസ്ഡിലായി. മറ്റേത് എല്ലാവർക്കും 30 രൂപയായിരുന്നു, 3 ഫേസുകാർക്ക് എല്ലാവർക്കും 80 രൂപയായിരുന്നു. ഇവിടെ വന്നപ്പം കൺസംഷൻ കൂടിയ കൂടുന്നതിനനുസരിച്ചിട്ട് ഫിക്സഡ് ചാർജ് കൂട്ടി. കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ എപ്പോഴും കണക്ടർ ലോഡ് നോർമലി വളരെ ചെറിയ, അതായത് 1 കിലോവാട്ടൊക്കെ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇറ്റ് വിൽ ബി മോർ ദാൻ, ചിലപ്പം 10 കിലോവാട്ട് അടക്കമുള്ള വീടുകളിൽ ചിലപ്പോൾ 1 കിലോവാട്ട് കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഫിക്സഡ് ചാർജ് കൺസംഷൻ ബേസ്ഡിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പൊ 2 കോമ്പണന്റ് ആണുള്ളത്. നമ്മൾ ഫിക്സഡ് ചാർജ് കൊടുക്കണം, അതുപോലെ തന്നെ എനർജി കൺസ്യൂം ചെയ്യുന്നതിനുള്ള ചാർജസും കൊടുക്കണം. അപ്പൊ ഈ ഫിക്സഡ് ചാർജ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എബവ് 500 യൂണിറ്റ്സ് സിംഗിൾ ഫേസിലാണെങ്കിലും 3 ഫേസ് ആണെങ്കിലും 150 റുപ്പീസ് ആണ്. അപ്പം സിംഗിൾ ഫേസിലുള്ള വീടുകളിൽ 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് 3 ഫേസിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുക. കാരണം യു ആർ പേയിങ് ഫോർ ദ 3 ഫേസ്.
കണക്ഷൻ. അതാണ് ഒരു പോയിന്റ്. പിന്നെ അടുത്തത് എനർജി ചാർജസ്. എനർജി ചാർജസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ BPL കൺസ്യൂമേഴ്സിന് 1000 വാട്ട്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമാണ് 40 യൂണിറ്റ് വരെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അല്ലാത്ത കുടുംബങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ₹1.50 ആണ് നിലവിൽ 0 to 40 BPL കൺസ്യൂമേഴ്സിന്റെ ഇതിൽ വരുന്നത്. അടുത്തത് 0 to 50 ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലിസ്കോപ്പ് പോലെയാണ്. ടെലിസ്കോപ്പ് വരുന്ന പോലെ തന്നെ ₹7.60 വരെ 3.15 നിന്നും 7.60 ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ റേറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ വലിയ ഹൈക്ക് അല്ല, ഹൈക്ക് മെയിൻലി വന്നിരിക്കുന്നത് ഫിക്സഡ് ചാർജസിലാണ് ഹൈക്ക് വന്നിരിക്കുന്നത്. അപ്പൊ 250 യൂണിറ്റ് വരെ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ടെലിസ്കോപ്പിക് എന്ന സംഭവമില്ല. അതിനുശേഷം വരുന്നത് നോൺ ടെലിസ്കോപ്പിക് താരിഫാണ്. നോൺ ടെലിസ്കോപ്പിക് താരിഫ് എന്ന് പറഞ്ഞാൽ 300 യൂണിറ്റ്. ഇതെല്ലാം നമ്മൾ പറയുന്ന മന്ത്ലിയാണ്. 300 യൂണിറ്റിന് ₹5.80. 300 യൂണിറ്റിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ 350 യൂണിറ്റ് വരെ ആയി കഴിഞ്ഞാൽ 301 യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ മാസം 301 അല്ലെങ്കിൽ ബൈ മന്ത്ലി 602 യൂണിറ്റ്സ് 601 യൂണിറ്റ് വന്നാലും നമ്മുടെ കൺസംഷൻ ബുക്ക് ചെയ്യാൻ പോകുന്നു 6.6 rupeesലാണ്. 400 യൂണിറ്റ്സ് വന്നു കഴിയുമ്പോൾ 6.99, 7.1 ആവും. പിന്നെ അത് ഏറ്റവും ഹയസ്റ്റ് താരിഫ് ആയിട്ടുള്ള 7.9 വരും. അപ്പം ഇതാണ് എനർജി ചാർജസിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഇതിൽ സബ്സിഡി കൊടുക്കുന്നത് 120 യൂണിറ്റ് വരെയുള്ള ആൾക്കാർക്കാണ്. മാസം 120 യൂണിറ്റും അല്ലെങ്കിൽ ബൈ മന്ത്ലി 240 യൂണിറ്റ്സ്. അപ് ടു 240 യൂണിറ്റ് 250 യൂണിറ്റ്സ് ടെലിസ്കോപ്പിക് താരിഫാണ്. ഇത് ഇത്രയുമാണ് നമ്മളൊരു ബില്ല് കിട്ടിയാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നത് 120 യൂണിറ്റ് പെർ മന്ത് അല്ലെങ്കിൽ 240 യൂണിറ്റ് ബൈ മന്ത്ലി ഉള്ള കൺസ്യൂമേഴ്സിനാണ്. പിന്നെ ഈ പറഞ്ഞ സബ്സിഡി സോളാർ കൺസ്യൂമേഴ്സിനും നെറ്റ് മീറ്റഡ് കൺസ്യൂമേഴ്സിനും അപ്ലിക്കബിൾ അല്ല. അതായത് സോളാർ വീട്ടിൽ ഉപയോഗിച്ച് നെറ്റ് മീറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ സബ്സിഡി ഒന്നും ബാധകമല്ല. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ആദ്യത്തെ 40 മന്ത്ലി കൺസംഷൻ 40 യൂണിറ്റ് വരെയുള്ള ഇതിന് 35 പൈസ പെർ യൂണിറ്റും 41 മുതൽ 120 വരെ യൂണിറ്റ് വരുമ്പോൾ 50 പൈസ പെർ യൂണിറ്റിലും സബ്സിഡി അലൗഡ് ആണ്. ഫിക്സഡ് ചാർജസ് 120 യൂണിറ്റ് വരെയുള്ള കൺസ്യൂമേഴ്സിൽ സിംഗിൾ പീസ് ആണെങ്കിൽ മാത്രമേ 20 രൂപ കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ബില്ല് എങ്ങനെ കണക്കൂട്ടാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ബില്ല് കണക്കൂട്ടി നോക്കാം. പിന്നെ എക്സ്ട്രാ വരുന്ന ഫ്യൂവൽ സെസ്, അതുപോലെ തന്നെ GST, മീറ്റർ റെന്റിന് ഒരു GST ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്യൂവൽ സെസ്. ഇത്രയും 2 വേറെ എക്സ്ട്രാ ചാർജസ് ആണ് നമുക്ക് സാധാരണ ഒരു ബില്ലിൽ കാണുന്നുണ്ടാവാം. ഇനി അടുത്തത് റീസൺ ഫോർ, പിന്നെ ഒരു കാരണം കൊണ്ട് നമ്മുടെ ബില്ലിൽ ഒരു കോമ്പണന്റ് ആണ് സർചാർജ്. കറക്റ്റ് സമയത്ത് ബില്ലിൽ ഒരു ഡേറ്റ് പറഞ്ഞോ, ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ സർചാർജും കൂടി പേയ്മെന്റ് നടത്തേണ്ടി വരും. റീസൺ ഫോർ ഹ്യൂജ് ബിൽസ്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ ബില്ലുകൾ എന്നും നമുക്കൊരു പ്രശ്നമാണ്. എസ്പെഷ്യലി കറണ്ട് ബില്ല് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കറണ്ട് അടിച്ചൊരു ഫീലിംഗിലായി പോകും. അപ്പം അതിനുള്ള മെയിൻ റീസൺസ് ഇതാണ്. നമ്മൾ തന്നെ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ചെയ്യില്ല, ആരെങ്കിലും ഓഫ് ചെയ്തിട്ടൊന്നായിരിക്കും. അതാണ് ഒരു മെയിൻ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ വളരെ ഒബ്സലേറ്റ് ആയിട്ടുള്ള വയറിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 50 വർഷമായിട്ട് നമ്മൾ വയറിംഗ് മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന്റെ കോപ്പർ ചില വീടുകളിൽ ചിലപ്പോൾ അലുമിനിയം ആയിരിക്കും. അലുമിനിയത്തിന് ഉണ്ടാകുന്ന ലോസ് എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ചില വീടുകളിൽ കോപ്പർ ആണെങ്കിലും ഈ പറഞ്ഞ സിംഗിൾ ഫേസിൽ കുറെ കറണ്ട് കൂടുതലൊക്കെ ആകുമ്പോൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറും. അതുകൊണ്ട് തന്നെ പല വ്യത്യാസങ്ങൾ വരും. അതിന്റെ കണ്ടക്ടിവിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് ഈ മാത്രമല്ല ഇൻസുലേഷൻ പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇൻസുലേഷൻ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പം തന്നെയാണ്. പിന്നെ അടുത്തത് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള മോട്ടോർസ്. ഇപ്പോഴും വീടുകളിൽ പ്രൈം ചെയ്ത് ഉപയോഗിക്കുന്ന വീടുകളുണ്ടാവും. അതായത് മോട്ടർ കിണറ്റിൻ്റെ ഉള്ളിൽ, അതായത് സബ്മേഴ്സിബിൾ അല്ലാത്ത പല മോട്ടോർസ് ഉണ്ടാവും. ആ മോട്ടോഴ്സിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പ്രൈം ചെയ്യേണ്ടതായിട്ടുള്ള, പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈപ്പ് മോട്ടോഴ്സ് ആയിരിക്കും, പമ്പുകളായിരിക്കാം. കൂടാതെ നമ്മളിപ്പോൾ കാർ തന്നെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ പല സൗണ്ടിൽ വേരിയേഷൻ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും എയർ ഇല്ലാതെ ഓടിക്കുമ്പോൾ എത്രത്തോളം എഫിഷ്യൻസി കുറയും, അല്ലെങ്കിൽ ഒരു ബെയറിംഗ് പോയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോണത്. പക്ഷെ മോട്ടറുകളോ അല്ലെങ്കിൽ ഫാനോ അതിന്റെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടായാലും നമ്മൾ അത് ഓടിക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ.
അവിടെയാണ് ഇൻഎഫിഷ്യന്റ് മോട്ടോഴ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ലോസ്. കറണ്ട് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചേ പറ്റൂ. ബെയറിംഗ് ഒക്കെ ഒരിക്കൽ മോട്ടർ അല്ലെങ്കിൽ പമ്പ് വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ബെയറിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ചെയ്യാത്തത് തന്നെയാണ് ഏറ്റവും വലിയൊരു ദോഷം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സബ്മേഴ്സിബിൾ പമ്പ്. അപ്പൊ സബ്മേഴ്സിബിൾ പമ്പിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കൽ നമ്മൾ വെള്ളത്തിലായിരിക്കും കിടക്കേണ്ടത്. അപ്പം ഇൻ കേസ് അത് വെള്ളം കയറി പ്രളയത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും മോട്ടർ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കെട്ടേണ്ട സമയം ചില ആൾക്കാരെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം നമ്മുടെ സക്ഷൻ ഹെഡിനെ വെച്ചിട്ടാണ് മോട്ടർ എവിടെ വെക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ സക്ഷൻ ഹെഡ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മോട്ടർ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോൾ സുപ്രഭാതത്തിലായിരിക്കും ചിലപ്പം പെട്ടെന്ന് വെള്ളം കയറി മോട്ടർ കേടായി പോകണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സബ്മേഴ്സിബിൾ പമ്പിൽ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇൻഎഫിഷ്യന്റ് ലൈറ്റിംഗ്. നമ്മൾ ഇപ്പോഴും ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. 100 വാട്ട് ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് മിക്ക വീടിന്റെയും പുറത്തിട്ടിട്ടുണ്ടാവും. കാരണം ആൾക്കാരെ ചിലപ്പോൾ കള്ളന്മാരടിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ഡ്രോയിങ് റൂമിൽ ചിലപ്പം അല്ലെങ്കിൽ ലിവിങ് റൂം അവിടെ ചിലപ്പോൾ ഒരു 5-6 ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. കാരണം അത് ഒരൊറ്റ ലൈറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്താലായിരിക്കും ചിലപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ വായിക്കാനായിരിക്കും ആ ഭാഗത്ത് ചിലപ്പോൾ വെളിച്ചുണ്ടാവില്ല. അപ്പൊ അവിടെയുള്ള ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം സഫീഷ്യന്റ് ആയിരിക്കില്ല. അപ്പൊ ആൾ അപ്പുറത്തുള്ള ലൈറ്റും കൂടി ഇടും. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇൻഎഫിഷ്യന്റ് പ്രശ്നമാണ്. പിന്നെ ഓവർ ഡിസൈൻഡ് ലൈറ്റിംഗ് സോഴ്സും ഒരു കാരണമാണ്. 5 വാട്ട് ബൾബ് ഇട്ട് റീഡിങ് റൂമിൽ ഉപയോഗിക്കുന്നതിന് പകരം ചിലപ്പം 25 വാട്ടോ ചിലപ്പം അതിനും വലിയ LED ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഓവർ ഡിസൈൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മോട്ടർ പമ്പും നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ പവറിൽ പമ്പ് ചെയ്ത് അല്ലെങ്കിൽ ഹോഴ്സ് പവറിൽ പമ്പ് ചെയ്ത് ടാങ്കിൽ കയറുന്നു. ടാങ്കിൽ വീഴുന്നത് വെറുതെ എന്താണ് ഗ്രാവിറ്റി ഓപ്പൺ ആയിട്ടുള്ളൊരു ഓപ്പൺ ടു ദ എയർ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിലാണോ പമ്പ് ചെയ്യുന്നത്? അല്ല, എപ്പോഴും നമ്മൾ ഓവർ ഡിസൈൻ ആയിരിക്കും. ഇംപ്രോപ്പർ വെന്റിലേഷൻ ഇൻ ഡിസൈൻ, ഇതാണ് ഏറ്റവും വളരെ പണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വാസ്തു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതില്ലാത്താണ് ഇപ്പോഴത്തെ മെയിൻ ഒരു വിഷയം. അതിലേക്ക് നമുക്ക് വരാം. കൂടാതെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ പറഞ്ഞ എർത്ത് ലീക്കേജ് ആണ്. ഇത് വീടുകളിൽ ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ആണ്. നമ്മുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് വീട്ടിലേക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ടാവും. പൈപ്പ് കണക്ഷൻ സാധാരണ കേസിൽ താഴെ കൂടെ ആയിരിക്കും വന്നുകൊണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഈ പൈപ്പ് കണക്ഷനിൽ ഏതെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ താഴെയാണ് പൊട്ടലുണ്ടാവണമെന്നിരിക്കും. മീറ്റർ റീഡ് ചെയ്യും, പക്ഷെ നമ്മൾ അറിയില്ല. ഇതേപോലെ തന്നെയാണ് വൈദ്യുതിയുടെ കാര്യത്തിലുണ്ടാവണം. മീറ്ററിന് ശേഷമാണ് എർത്ത് ലീക്കേജ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാല് മീറ്ററിൽ നോർമലി ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും, അത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. കൂടാതെ അതിന്റെ ഇപ്പുറത്തെ ഈ RCCB അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ മീറ്ററിന് തൊട്ടടുത്ത് വെക്കണം എന്ന് പറയേണ്ട ഒരു കാരണം അതാണ്. മീറ്ററിനും ഈ RCCBക്കും ഇടയ്ക്കുള്ള ഭാഗം പ്രൊട്ടക്റ്റഡ് അല്ല, ശരിയാണ്. പക്ഷെ നോർമലി വീടുകളിലെല്ലാം ഒന്നുകിൽ RCCB അല്ലെങ്കിൽ ELCB എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല, അല്ലെങ്കിൽ RCCB വെച്ചിട്ടുണ്ടാവുക വീടിനകത്തായിരിക്കും. കാരണം പുറത്ത് പോയിട്ട് ട്രിപ്പായി കഴിഞ്ഞാൽ ഓണാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് വയറിങ്ങിലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിൻ സ്വിച്ച് ആണ്. ഈ മെയിൻ സ്വിച്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് മെയിൻ സ്വിച്ച് ചിലപ്പം കത്തിപ്പോവാറുണ്ട്. കത്തിപ്പോയി കഴിഞ്ഞാൽ അത് നേരെ കണക്ട് ചെയ്യുക, അതിലൊരു റോഡ് ഉണ്ട്, ആ റോഡിലേക്ക് വന്ന് വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വൈദ്യുതി, അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം, വൈദ്യുതി ലീക്കേജ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അത് മീറ്ററിൽ റീഡിങ് ചെയ്യും, വലിയൊരു ബില്ല് വരും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും RCCB മീറ്ററിന് ശേഷം RCCB വെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇൻസ്പെക്ടറേറ്റ് അടക്കം അപ്രൂവൽ ചെയ്തത്. അപ്പൊ നമ്മൾ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ എങ്ങനെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാം? അതിന് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് സ്റ്റാർ ലേബൽ ആണ്. സ്റ്റാർ ലേബൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ഫ്രിഡ്ജ് വാങ്ങണമെങ്കിൽ AC വാങ്ങണമെങ്കിലൊക്കെ ഇതുപോലെ സ്റ്റാർ ലേബൽസ് ഉണ്ട്. എത്രയും സ്റ്റാർസ് ഉണ്ടോ അത്രയും നമുക്ക് പവർ കൺസംഷൻ കുറയ്ക്കാം. ഈ പവർ കൺസംഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, എത്ര കൺസംഷൻ ആണ്. അപ്പം ഇത് ഒരു സിമിലർ പ്രൊഡക്ട്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് പ്രൊഡക്റ്റിനാണ് ബെറ്റർ എഫിഷ്യൻസി ഉള്ളത് എന്ന്. അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഒതന്റിക് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് BE-starlabel.com പോവാം. starlabel.com പോയിട്ട് നമുക്ക് നമ്മുടെ എക്യുപ്മെന്റിന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് ഈ പറഞ്ഞ റെഫ്രിജറേറ്ററോ TFL ട്യൂബ് അതുപോലെ തന്നെ AC
ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും കമ്പാരിസണിലേക്ക് പോകണം. വീടുകളിൽ മിക്ക ആൾക്കാരുടെ വീട്ടിൽ പറഞ്ഞ ഡയറക്റ്റ് കൂൾ ചിലപ്പോൾ റെഫ്രിജറേറ്റർ ആയിരിക്കും, അതായത് സിംഗിൾ ഡോറൊക്കെയുള്ള ടൈപ്പ് റെഫ്രിജറേറ്റർ. ഇത് നമ്മൾ പറയുന്ന സ്റ്റാർ 1 ഉള്ള മിക്ക വീടുകളിലും സ്റ്റാർ 1 ഒന്നും ഉണ്ടാവില്ല. സ്റ്റാർ 1 എനർജി കൺസംഷൻ ഉള്ള ഒരു വീട്ടിൽ നമ്മൾ 190 ലിറ്ററാണ് വേണ്ട വോളിയം കൂളിംഗ് വോളിയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 339 യൂണിറ്റാണ് കൺസ്യൂം ചെയ്യുന്നത് വർഷം. അതേസമയം 5 സ്റ്റാർ ആണെങ്കിൽ 138 യൂണിറ്റ്സ്, 1005 രൂപ ഒരു വർഷം സേവ് ചെയ്യാം. ഇതേ കാര്യം നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ, ഇപ്പം എല്ലാവരും ഫ്രോസ്റ്റ് ഫ്രീ ആയിരിക്കും എടുക്കുന്നത്, കാരണം പുതിയ ഇതെല്ലാം ഫ്രോസ്റ്റ് ഫ്രീയിലാണ് നമ്മൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 190 എന്ന് പറഞ്ഞതിന് എനർജി കൺസംഷൻ വരുന്നത് 379 ആണ്. ഈ ഫ്രോസ്റ്റ് ഫ്രീക്ക് കുറച്ചും കൂടി കൺസംഷൻ കൂടും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ കുറച്ച് ഫാനും ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ രണ്ട് ഭാഗത്തും, അതായത് ഒരു മുകളിലത്തെ ഫ്രീസറിലേക്കും ഇപ്പുറത്തേക്കും വേറെ രീതിയിലാണ്, രണ്ടും വേറെ വേറെ രീതിയിലാണ് കൂളിംഗ്. അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അപ്പൊ 5 സ്റ്റാറിൽ നമ്മൾ കാണുന്നത് ഏതാണ്ട് 155ആണ്. ഇത് ഹയർ എൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വരാം, അത് നമുക്ക് അതിലേക്ക് നിങ്ങൾ പിന്നീട് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പം നോർമൽ ഒരു വീട്ടിലേക്ക് വരുന്ന ഫ്രിഡ്ജിന്റെ കമ്പാരിസൺ ആണ് ഇങ്ങനെയാണ് വരുന്നത്. 5 രൂപയാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. അതേസമയം 500 യൂണിറ്റിന് മുകളിലേക്ക് പോകുന്ന ഒരാൾക്കാണെങ്കിൽ 70-90 പൈസ വരും. അപ്പൊ ഈ പറഞ്ഞ ഡിഫറൻസ്, ഈ പറഞ്ഞ ഇത് തമ്മിലുള്ളൊരു 150 യൂണിറ്റിന് മുകളിൽ വരുന്ന ഡിഫറൻസ് അത് ദാറ്റ് വിൽ ഇൻക്രീസ് ചെയ്യും. ഒരു ഈവൻ 5 സ്റ്റാർ വാങ്ങുന്നതായിരിക്കും 1 സ്റ്റാറിനേക്കാളും നല്ലത്. അടുത്ത എങ്ങനെയാണ് റെഫ്രിജറേറ്ററിൽ എന്തൊക്കെയാണ് എനർജി ടിപ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൂടായിട്ടുള്ള സാധനം അതിൽ വെക്കുന്നുണ്ടാവില്ല, വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു ചൂടുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുകയാണെങ്കിൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സമയം എടുക്കും. ആ സമയം നമ്മളത് റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തിട്ടാണ് ഉള്ളിൽ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 27 ഡിഗ്രിന്ന് താഴത്തേക്ക് അതിനെ കൂൾ ചെയ്താൽ മതി. പിന്നെ റെഫ്രിജറേറ്ററിനെ കൂടുതൽ ഓവർലോഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ എല്ലാ സമയത്തും, നമുക്കിപ്പോൾ മഴക്കാലമാണ്, നമുക്ക് അല്ലെങ്കിൽ ഏറ്റവും 5-ലോ 6-ലോ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഹൈസ്റ്റ് തെർമോസ്റ്റാറ്റ് ഏറ്റവും ലോവിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തെർമോസ്റ്റാറ്റിനെ വ്യത്യാസപ്പെടുത്താം. കാരണം ഇപ്പം ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഇതിലിടേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ആവശ്യമില്ലാതെ ഈ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡോർ തുറന്ന് നോക്കും. അപ്പം അത് ഡേഞ്ചറസ് ആണ്. എപ്പോഴും ഫ്രിഡ്ജിന്റെ ഫ്രണ്ടിൽ ഒരു റബ്ബർ മാറ്റ് അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ളൊരു മാറ്റ് ഇടുന്നത് നന്നായിരിക്കും. അത് ആവശ്യമില്ലാതെ തുറക്കുമ്പോൾ തന്നെ 7% തുറക്കുകയാണെങ്കിൽ 7% ഇൻക്രീസ് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ക്ലീനിങ് ഇല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം കണ്ടൻസറിന്റെ മുകളിൽ അഴുക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ കൂളിംഗ് കറക്റ്റായിട്ട് നടക്കില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതുകൊണ്ട് മാത്രം 5% വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ സ്റ്റാർ ലേബിൾഡ് ആണെങ്കിൽ ഏതാണ്ട് 40% എനർജിയാണ് വ്യത്യാസം വരുന്നത്. പഴയ ഫ്രിഡ്ജ് ഉടനടി മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ കറണ്ട് ബില്ല് കൂടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ കട്ട് ഓഫ് ഒക്കെ വരുന്നത് കറക്റ്റ് ടെമ്പറേച്ചറിലല്ലേ എന്ന് കൂടി ഒന്ന് ഉറപ്പാക്കാം. ഇനി അടുത്ത നമ്മൾ സ്പ്ലിറ്റ് AC ആണ് പോകുന്നത്. സ്പ്ലിറ്റ് ACയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ ഇങ്ങനെയാണ്. 5 സ്റ്റാർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കൂളിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ബേസിക്കലി 1.5 ടണ്ണിന്റെയാണ് പറയുന്നത്. അപ്പം 5 സ്റ്റാറുമായിട്ടുള്ള കമ്പാരിസണിൽ തന്നെ ഒരു 500 വാട്ട്സിന്റെ വ്യത്യാസം തന്നെ ഇവിടെ കാണാൻ പറ്റും. കോസ്റ്റ് എടുക്കുമ്പോൾ 3000 രൂപയിലേക്ക് അത് വരുന്നത് കാണാം. ഇനി ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻവെർട്ടർ AC എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം. ഇൻവെർട്ടർ ACയുടെ ഇൻവെർട്ടർ ടെക്നോളജിയിൽ യൂസ് ചെയ്യുമ്പോഴുള്ളതും അതേസമയം നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന AC തമ്മിലുള്ള വ്യത്യാസം. ഇൻവെർട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ACനെ പിടിച്ച് DC ആക്കി ചോപ്പ് ചെയ്ത് ഫ്രീക്വൻസി കൂട്ടിയും കുറച്ചും കംപ്രസറിന്റെ സ്പീഡിനെ നിയന്ത്രിച്ചിട്ടാണ് ഈ പറഞ്ഞ ഇൻവെർട്ടർ AC വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റൂം ടെമ്പറേച്ചർ ഇവിടെയായിരുന്നു. നമ്മുടെ സെറ്റ് പോയിന്റ് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു. കൺവെൻഷണൽ ആയിട്ടുള്ള AC ആണെങ്കിൽ അത് ഇവിടെ വന്നിട്ടാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്.
ഷട്ട് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആള് അഗെയിൻ ഇത്ര നേരം കുറച്ചേരം ഓഫായി കിടക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും ആള് സ്റ്റാർട്ടായി. സെക്കൻഡ് ഷട്ട് ഡൗൺ എടുത്തു. ഇവിടെ വരുമ്പോഴാണ് സ്റ്റാർട്ട് ആവണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പിന്നെയും സ്റ്റാർട്ട് ആണ്. അപ്പോൾ ഓരോ സ്റ്റാർട്ടിലും സ്റ്റോപ്പിലും ഉണ്ടാവുന്ന വ്യത്യാസം എല്ലാവർക്കും അറിയാം. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ പവർ ആവശ്യമാണ്, ആ പവർ കൺസംഷൻ ഉണ്ടാവും. അതേസമയം ഇൻവെർട്ടർ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ വന്ന് കഴിയുമ്പോൾ സെറ്റ് പോയിന്റ് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ആള് പതുക്കെ ആളുടെ കംപ്രസർ ആക്ഷൻ കുറയ്ക്കണം. അപ്പം കൂളിംഗ് കുറയുന്നു. എന്നിട്ട് അവിടെ മെയിൻറ്റൈൻഡ് ആണ്. ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവിൽ കൂടെ ഓൾമോസ്റ്റ് എറർ സിഗ്നൽ എപ്പോഴും നാരോ ചെയ്ത് പോവാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഇൻവെർട്ടർ AC അതിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഗിവ്സ് എന്താ പറയാ ഒരു എക്സ്ട്രാ ആഡഡ് ഫീച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസംഷൻ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ എനർജി സേവിങ് ടിപ്സ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും 25 ഡിഗ്രിക്ക് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയ ടെമ്പറേച്ചർ. അതിനും കൂടുതൽ കുറവ് വയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂടുള്ള ഒരു ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വെയിറ്റ്, അതായത് ഒരു നമ്മുടെ വാള് ചൂട് ആയി കഴിഞ്ഞതിന് ശേഷം AC വളരെ പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യാൻ സാധിക്കും. സീലിംഗിലേക്ക് എപ്പോഴും എയർ കണ്ടീഷണർ ലോസ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം താഴത്തേക്കാണ് കൂടുതൽ വരാൻ പോകുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഫിൽറ്റേഴ്സ് എല്ലാം AC ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസിനെ ബാധിക്കും. എപ്പോഴും ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് കുറച്ച് വെയില് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ എയർ കണ്ടീഷണറിന്റെ കംപ്രസർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ഇൻസ്റ്റലേഷൻ വെക്കേണ്ടത്. മാത്രമല്ല എയർ ഫ്ലോ കറക്റ്റ് ആയിട്ട് വരികയും വേണം. ഇങ്ങനെയാണെങ്കിലും എയർ ഫ്ലോ കറക്റ്റ് ആയിട്ട് വരികയും വേണം. പിന്നെ എപ്പോഴും ഹയർ സ്റ്റാർ റേറ്റഡ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. അടുത്തത് ഇൻവെർട്ടർ ACയുടെ പ്രത്യേകത നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺ ഓഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇൻവെർട്ടർ AC. ദാറ്റ് ഈസ് ഓൾവേസ് ഓൺ ആണ്. അതാണ് ഇൻവെർട്ടർ ACയുടെ ഒരു പ്രത്യേകത. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40% വരെ എനർജി ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻവെർട്ടർ AC നമുക്ക് ലോവർ ബാക്കപ്പ്, അതായത് ഈവൻ ബാക്കപ്പ് പവർ കുറവാണെങ്കിൽ പോലും ഉപയോഗിക്കാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻവെർട്ടർ AC വാങ്ങുകയാണെങ്കിൽ ഇൻവെർട്ടർ ACയിലേക്ക് തന്നെ പ്രിഫർ ചെയ്യാം. മാത്രമല്ല പവർ ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം ഇൻഡക്റ്റീവ് ആവണോ പവർ ഫാക്ടർ കുറഞ്ഞ് 0.9ലേക്കോ അല്ലെങ്കിൽ അതിന്റെ താഴത്തേക്കോ പോകും. പക്ഷെ ഇൻവെർട്ടർ ACയിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് പല ഫയറിങ്ങും നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അത് UPF അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് kWh KVA വരും. നിങ്ങളുടെ ലാഗിങ്, അതായത് എസ്പെഷ്യലി ഷോപ്പ് പവർ ഫാക്ടറിന് കോമ്പൻസേഷന് ഒരു കറക്റ്റ് അല്ലെങ്കിൽ PLI ചെയ്യപ്പെടും 0.95 പവർ ഫാക്ടറിന് താഴെയാണെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇൻവെർട്ടർ AC എന്തായാലും വെക്കുന്നത് നന്നായിരിക്കും. ടിവിയുടെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നില്ല, നമ്മുടെ സമയം കുറവായതുകൊണ്ട്. അപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും LED ടിവിക്ക് LCD ടിവിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലെ 580 രൂപയുടെ സേവിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LCD ഓരോ ടിവിയും CRT മോണിറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള സേവിങ് ഉണ്ടാക്കാം. പിന്നെ എപ്പോഴും TV ഓഫ് ചെയ്തിട്ട് ആവശ്യമില്ലെങ്കിൽ TV പവർ പ്ലഗ് അവിടെ തന്നെ ഓഫ് ചെയ്യുക. ബ്രൈറ്റ്നസ് ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല മോഡുകളുണ്ട്. പവർ സേവിങ് മോഡ് ഇപ്പൊ എല്ലാ എക്യുപ്മെന്റ്സ് എടുത്താലും 5 സ്റ്റാർ ഉള്ള ടിവികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എനർജി സേവിങ് മോഡ് ഉണ്ടാവും, അത് ഉപയോഗിക്കാം. കൂടുതൽ വലിയ സ്ക്രീൻ സൈസ് എടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതിനനുസരിച്ച് കറണ്ട് ചാർജ് കൂടും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു LED ടിവിയുടെ എനർജി കൺസംഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ, LED ലൈറ്റ് ഉള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. എപ്പോഴും LED ലൈറ്റിന്റെ കാര്യത്തിൽ എടുത്താൽ പോലും നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു 9 വാട്ട് LED ആയിരിക്കും. അപ്പൊ അതിന്റെ 5 സ്റ്റാർ റേറ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് 120 ലൂമൻസ് പെർ വാട്ട് ആണ്. അപ്പം ഈ 9 വാട്ട്സിൽ നമുക്ക് വരുമ്പോൾ ഏതാണ്ട് 1050 ലൂമൻ ആണ്. അത്രയും വെളിച്ചമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതേസമയം ബേസ് സ്റ്റാറിൽ വരുമ്പം 79 ലൂമൻസ് പെർ വാട്ട് ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് 14 വാട്ട് ഈ വെളിച്ചം കിട്ടണമെങ്കിൽ
1050 ലൂമന്റെ വെളിച്ചം ഒരു സ്റ്റാർ ബേസ് 1 സ്റ്റാർ ഉള്ള ഒരു LED ലൈറ്റ് തരുന്നത് 14 വാട്ട് കൺസംഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 30 രൂപ വെച്ചിട്ട് സേവ് ആവുന്നുണ്ട് ഒരു ദിവസം. സോറി, 1 ഇയറിൽ 30 രൂപ വെച്ചിട്ട്. വീട്ടിലൊരു 10 ലൈറ്റ് ഉണ്ടെങ്കിൽ 300 രൂപ അത് മാത്രം സേവ് ചെയ്തു. ഒരു LED വില എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ലൂമൻ ഉള്ളത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പൊ തന്നെ വോൾട്ടേജ് എല്ലാം നോക്കേണ്ടത്, ലൂമൻ ആണ് നോക്കേണ്ടത്. പിന്നെ ബൾബില് വല്ലപ്പോഴൊക്കെ നമ്മൾ ഡസ്റ്റ് കളഞ്ഞില്ലെങ്കിൽ അത് മാത്രം 50% ലൈറ്റിനെ ആകിരണം ചെയ്യും. അപ്പൊ എല്ലാവരും വീട്ടിൽ ശ്രദ്ധിക്കുക, ലൈറ്റ് കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യും. പിന്നെ മാക്സിമം നമ്മൾ ഡേ ലൈറ്റിന്റെ നാച്ചുറൽ ലൈറ്റ് ഉപയോഗിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടാവണം. ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ പഴയ ഇൻകാൻഡസെന്റ് ലാമ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള പരിപാടി വീട്ടിൽ ഇനിഷ്യേറ്റ് ചെയ്യുക. ഇൻകാൻഡസെന്റ് ബൾബിന്റെ ലൂമൻ എന്ന് പറഞ്ഞാൽ 800 ആണ്. 60 വാട്ട് ബൾബ്, നമ്മളൊരു നോർമൽ 60 വാട്ട് ബൾബിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ആ കമ്പാരിസണിൽ നമ്മൾ കാണുന്നത് 320 രൂപയാണ് നമ്മളവിടെ സേവ് ചെയ്യുന്നത്. CF-LED ആണെങ്കിൽ 10 രൂപയോളം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അടുത്തത് സബ്മേഴ്സിബിൾ മോട്ടോർ. ഇത് നമ്മൾ ഒരു ഇക്വേഷനാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളിപ്പോൾ ആരും ഇതൊന്നും പഠിച്ചിട്ടല്ല ഒരു മോട്ടറാണ്. ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കണക്കൂട്ടിയാൽ മതി. ഈ എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റേറ്റഡ് 5 സ്റ്റാർ ആണെങ്കിൽ വരേണ്ടത് 9 കിലോ വാട്ട് ഫോർ 73 മീറ്റർ ഹെഡില് വരുന്നത്. അപ്പൊ അവിടെ മാത്രം നമ്മൾ സാധാരണ 1 സ്റ്റാർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 73 മീറ്റർ ഹെഡ് പമ്പ് ചെയ്യണമെങ്കിൽ 11 കിലോ വാട്ടിന്റെ മോട്ടറാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു HP മോട്ടറൊക്കെയാണ്. ഇതൊരു കമ്പാരിസന് വേണ്ടി മാത്രമാണ്. ഇപ്പൊ ചില എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലും അവിടെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ചില വീടുകളിൽ വീടുകളിലെ ഫ്ലാറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന പമ്പുകളുണ്ടാവും. അതിനൊക്കെ ഇത്രയധികം പവർ വേണ്ടി വരും. അപ്പൊ അവർക്ക് കൂടുതൽ ഉപകാരവും. അപ്പൊ അവിടെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു വർഷം സേവ് ചെയ്യുന്ന ആ മോട്ടറിന്റെ പൈസയുടെ ഏതാണ്ട് ഒരു 10-20% പൈസ വരെ തന്നെ 5 സ്റ്റാറിലേക്ക് വരുമ്പോൾ സേവ് ചെയ്യാൻ സാധിക്കും. വീട്ടിലെ വേറൊരു കറണ്ട് ബില്ല് കൂട്ടാനുള്ള ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് സബ്മേഴ്സിബിൾ ആണെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആണ്. മാത്രമല്ല, ഒരിക്കൽ മോട്ടോർ വൈൻഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വൈൻഡ് ചെയ്യുന്ന നമ്മുടെ കോപ്പർ വയറിന്റെ ക്വാളിറ്റിയും കൂടി നിശ്ചയിക്കും നിങ്ങളുടെ മോട്ടറിന്റെ എഫിഷ്യൻസി. ആരും കാറ്, ബൈക്ക് തുടങ്ങിയ സാധനങ്ങളുടെയൊക്കെ നമ്മൾ ഫ്യൂവൽ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മൈലേജ് ടെസ്റ്റ് ചെയ്ത് പറയും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക് ഉപകരണങ്ങളിലൊന്നും ആരും എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതാണ് അവിടുത്തെ വേറൊരു വിഷയം. പിന്നെ നമ്മുടെ ഫാനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാൻ നമ്മൾ സാധാരണ 60 വാട്ട് ഫാൻ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഫാൻ നമ്മൾ 60 വാട്ട് എന്നാണ് പറയാം. അതിന്റെ പവർ കൺസംഷൻ ആണ് നോർമലി ബേസ് പവറിലുള്ള കൺസംഷൻ 71 വാട്ട്സ് ആണ്. 210 ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ് ആണ് നമ്മൾ CMM എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ 5 സ്റ്റാറിന് ഏതാണ്ട് 53 വാട്ട്സ് ആണ് വരുന്നത്. എനർജി സേവിങ് അതിന് മാത്രം 235 രൂപ. ഒരു ഫാനിന് വരുന്ന വില 1200-1300 രൂപയാണ് വില വരുന്നത്. ഇതാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എനർജി സേവിങ് ടിപ്സ്. ഇലക്ട്രോണിക് റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുക മാക്സിമം. പിന്നെ കുറെ സ്മാർട്ട് ഗാഡ്ജറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ മോഷൻ ഡിറ്റക്ടേഴ്സ് ആയിട്ടുള്ള LED ലൈറ്റുകൾ ഉണ്ട്, വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള പവർ പ്ലഗുകൾ ഉണ്ട്, LED ലൈറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പല വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പവർ കൺസംഷൻ അല്ലെങ്കിൽ അതിന്റെ ലൈറ്റിംഗ് ലൂമൻസ് എല്ലാം നമ്മുടെ ഫോണിൽ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ ലെവൽ സെൻസേഴ്സ്, വീട്ടില് മോട്ടോറിൽ ലെവൽ സെൻസേഴ്സ്, പമ്പ് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ലെവൽ സെൻസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാതെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത് ഒഴിവാക്കാൻ സാധിക്കും. സബ്മേഴ്സിബിൾ പമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ELCB, RCCB ഉറപ്പായിട്ടും വീട്ടിൽ ഇതില് RCCB ആണ് ഇപ്പം നമ്മൾ ELCB എന്ന് പറഞ്ഞ സംഭവം നമ്മളിപ്പോൾ വീടുകളിലൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. എളുപ്പം പറഞ്ഞു കേൾക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പോഴത്തെ പേര് റെസിഡ്യൂവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഇതില്ലാത്ത ഒരൊറ്റ വീട് പോലും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല അതിനൊരു ടെസ്റ്റ് ബട്ടൺ ഉണ്ടാവും. ആ ടെസ്റ്റ് ബട്ടൺ ഇടയ്ക്ക് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മാനുഫാക്ചർ പറയുന്ന പോലെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമ്മൾ ഈവൻ എർത്ത് ലീക്കേജ് പ്രശ്നങ്ങളും കൂടി നമുക്ക് അഡ്രസ് ചെയ്ത് പോകാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ജീവനും കൂടി നല്ലതാണ്.
ഇൻവെർട്ടേഴ്സ് വേറൊരു നമ്മളെ ഒരു പെർമനന്റ് ലോഡാണ്. കറണ്ട് പോക്കൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിനും അങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന് മാത്രം UPS പ്രൊവൈഡ് ചെയ്യാം. അതിന് ആ കൂടി 600V ആണ് വരുന്നത്. പക്ഷെ ഒരു ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബാറ്ററി ഫുൾ ടൈം നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ട്രിക്കിൾ ചാർജിങ് എന്ന് പറയും. ആ ട്രിക്കിൾ ചാർജിന് വേണ്ടിയിട്ട് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കണം. അപ്പൊ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കറണ്ട് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ബാറ്ററിക്ക് ഒരു 5 വർഷമാണ് ലൈഫുള്ളത്. ബാറ്ററി കൂടുതൽ ഡിസ്ചാർജ് ചെയ്യും, അതുപോലെ തന്നെ ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിലുള്ള ചിലപ്പം ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ ആസിഡ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതിന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി ആയിരിക്കണം. എങ്ങനെയാണെങ്കിലും ഇത് അത്ര അത്യാവശ്യമാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി ഉള്ള ഇൻവെർട്ടർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതർവൈസ് യു വിൽ ഗെറ്റ് എ ഹ്യൂജ് ബിൽ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും സമയത്തിന്റെ പരിധി കാരണം നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. അടുത്താണ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ പറ്റാം അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് എനർജി കൺസംപ്ഷൻ ബിൽഡിംഗ് കോഡ് 2018. അത് മെയിൻലി 100 കിലോവാട്ടിന് മുകളിലുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്സിനുള്ള ഒരു സംഭവമാണ്. ഇത് ഇന്നിപ്പം മിക്ക ആൾക്കാരും എനർജി ഓഡിറ്റേഴ്സും അല്ലെങ്കിൽ എനർജി മാനേജേഴ്സും പഠിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ നാച്ചുറൽ വെന്റിലേഷനിലേക്ക് പോവാണ്. നാച്ചുറൽ വെന്റിലേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാധാരണ വീട്ടിൽ ഇതൊരു പ്ലാനാണ്. ആ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഡോർ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പൊ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ എയർ നേരെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പൊ അതിന്റെ ഒരു വേറൊരു ആംഗിളിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. എപ്പോഴും വിൻഡോക്ക് നേരെ ഓപ്പോസിറ്റ് വേറൊരു വിൻഡോ ഉണ്ടാവണം, അല്ലെങ്കിൽ അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു വിൻഡോ. ഇത് രണ്ടും തുറന്നിട്ടാലാണ് കാര്യമുള്ളൂ. ഇവിടുന്ന് എയർ ഫ്ലോ, തണുത്ത എയർ പുറത്തുനിന്ന് ഔട്ട്സൈഡിൽ നിന്ന് വരും ചെയ്യും. റൂമിന്റെ ഉള്ളിൽ നിന്നുള്ള ചൂടുള്ള എയർ ഇവിടുത്തെ ചൂടിനെ അവനെടുത്തിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യും. പിന്നെ ക്രോസ് വെന്റിലേഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ക്രോസ് വെന്റിലേഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില വീടുകളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലോ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സൗകര്യം കിട്ടണമെന്നില്ല. അപ്പം അതിന്റെ ഒരു പ്ലാൻ, അതായത് നമ്മൾ എങ്ങനെ നേരത്തെ നമ്മൾ കാണിച്ച പ്ലാൻ, റൂമിലെ പ്ലാനാണ് കാണിച്ചത്. ഇത് അതിന്റെ ക്രോസ് സെക്ഷനാണ്. അപ്പം ഇവിടെയാണ് വിൻഡോ ഇരിക്കുന്നത്. ഏറ്റവും മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സോസ്റ്റ് വിൻഡോ പോലെ ഒരു വിൻഡോ ഉണ്ടാവും. ഇപ്പോഴത്തെ വീടുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ചുരുക്കം വീടുകളിൽ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ എക്സോസ്റ്റ് വിൻഡോ എന്നുള്ളത് ഓപ്ഷൻ. അപ്പം എയർ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നു, ഉള്ളിൽ വരുന്നു, ചൂടുള്ള ഹോട്ട് എയർ മുകളിലേക്ക് ഡെൻസിറ്റി കുറയുന്നു, ഡെൻസിറ്റി കുറഞ്ഞ എയർ നേരെ മുകളിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പം ഈ പറഞ്ഞ ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്തതാണ് വീടുകളിൽ നമ്മൾ വെറുതെ ഫാൻ, ലിവിംഗ് റൂമിലൊക്കെ ഫാൻ ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഈ പറഞ്ഞ പ്രശ്നമാണ്. അതുപോലെ തന്നെ ചില വീടുകളിൽ ഫാൻ ഇട്ടാലും കാര്യമില്ല, ചൂടെടുത്തോണ്ടിരിക്കും. കാരണം എല്ലാവരും അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. മോസ്കിറ്റോസിനെ പേടിച്ചും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് എല്ലാവരും എല്ലാ ഡോറും എല്ലായിടത്തും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ ക്രോസ് വെന്റിലേഷൻ നടക്കില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ക്രോസ് വെന്റിലേഷൻ അല്ലെങ്കിൽ വീട്ടില് അല്ലെങ്കിൽ റൂമിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കും. അടുത്തത് നമ്മളിപ്പം ചില വീടുകളിൽ ചിലപ്പം ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇൻസൈഡിൽ വേറെ, കാരണം ഫ്ലാറ്റ് ആയിരിക്കാം, അപ്പം ഉള്ളിൽ വേറെ സംഭവങ്ങൾ ഓപ്പണിങ്സ് കൊടുക്കാൻ ഇങ്ങോട്ട് കയറി ക്രോസ് വെന്റിലേറ്റ് ചെയ്ത് പോകാൻ സാധിക്കില്ല. അപ്പം ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ താഴെ ഒരു വിൻഡോ ഉണ്ടോ, മുകളിലാണ് കൊടുത്തിട്ടുണ്ടാവും. താഴെ നിന്ന് കയറി ഇത്രയും ഭാഗം കയറി ആള് ചൂട് വന്നിട്ടുള്ള എയർ പുറത്തേക്ക് വരും. അപ്പം ഇതും കൂടി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ക്രോസ് വെന്റിലേഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. അടുത്ത കൂൾ റൂഫ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. കൂൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സോളാർ റേഡിയേഷൻ, റൂഫിൽ സോളാർ റേഡിയേഷൻ എന്തായാലും വന്നടിക്കും. അതിനെ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുക. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കണ്ടക്ട് ചെയ്യാതെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൂൾ റൂഫിൽ ഉണ്ടാവുക. കൂടാതെ നമ്മുടെ കൂൾ റൂഫിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറെ കാര്യങ്ങൾ കൂൾ റൂഫിൽ ഉപയോഗിക്കാം. ചില പെയിന്റുകൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം റൂഫിൽ. അതാണ് റൂഫിൽ കോട്ടിങ്. പല ഇപ്പം ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിലും ജോട്ടൺ ആണെങ്കിലും അങ്ങനത്തെ പെയിന്റുകൾ പലതെടുത്താൽ ഈ പറഞ്ഞ കൂൾ റൂഫിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്.
കളേഴ്സ്, അതുപോലെ തന്നെ ചില കളേഴ്സ് റിഫ്ലക്ട് ചെയ്യാൻ കൂടുതലായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ വെള്ളയാണെങ്കിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു കളറാണ്. അപ്പോൾ മുകളിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. പിന്നെ ടൈല് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഈവൻ മെറ്റൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൂൾ റൂഫിന് ഒരു വീടിന്റെ മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ റൂഫ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് കൂടുതലും നമ്മളിപ്പം ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ സമുച്ചയങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്ലെങ്കിൽ ചില വീടുകളിൽ റൂഫ് ഗാർഡൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂഫ് ഗാർഡന് വേണ്ടിയിട്ടുള്ള ആ സമയത്ത്, അതായത് ഇതെല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ഈ പറഞ്ഞ എനർജി കൺസർവേഷൻ ബിൽഡിംഗ് കോഡിലേക്ക് ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഈ നമ്മുടെ സോയിൽ തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. കൂടാതെ നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ പറഞ്ഞ് നമ്മുടെ റൂഫിനെ തണുപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ സോളാർ വാട്ടർ ഹീറ്റിംഗ്, ഇത് എല്ലായിടത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ബാംഗ്ലൂർ പോലത്തെ സിറ്റീസിലെല്ലാം ഇത് മാൻഡേറ്ററി ആണ്. എല്ലാ വീടുകളിലും സോളാർ വാട്ടർ ഹീറ്റേഴ്സ് ആവശ്യമാണ്. അപ്പം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു വീട്ടിൽ മിനിമം ഒരു 300 ലിറ്ററോ, സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഏതാണ്ട് ഒരു 100 ലിറ്റർ എങ്കിലും വെള്ളം, ചൂടുവെള്ളം വേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 100 ലിറ്റർ വെള്ളം ഒന്നുകിൽ വുഡ് കത്തിച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ ഗ്യാസ് കത്തിക്കണം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ കത്തിക്കണം. ഈ പറഞ്ഞ 3 തരത്തിലും നമുക്ക് വൈദ്യുതി സേവ് ചെയ്യാം ഇഫ് യു ഹാവ് എ സോളാർ വാട്ടർ ഹീറ്റർ. 100 ലിറ്റേഴ്സ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ നമുക്കത് ഒരെണ്ണം വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ തരത്തില് കറണ്ട് ബില്ലോ LPG ബില്ലോ കുറച്ചെടുക്കാൻ സാധിക്കും. പുകയില്ലാത്ത കാര്യങ്ങൾ നടത്താനും സാധിക്കും. അടുത്തത് ഫോട്ടോവോൾട്ടിക് സെല്ലാണ്. അതെല്ലാം ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞ് എല്ലാ വീട്ടിലും ചെയ്യുന്നതാണ്. ഒന്ന് സ്റ്റാൻഡ് അലോൺ ഓഫ് ഗ്രിഡ് ആയിട്ട് ചെയ്യുന്നത്, അടുത്തത് ഗ്രിഡ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ എഫിഷ്യൻസി നോക്കി കഴിഞ്ഞാൽ സോളാറിന് ഏറ്റവും എഫിഷ്യൻസി കുറവാണ്. ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് വിത്ത് ഹൈഡ്രോ പ്ലാന്റ്സ്. ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം പകൽ മാത്രമേ വൈദ്യുതി ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വീടുകളിൽ വെക്കാൻ, ഇപ്പൊ ഹൈഡ്രോ പ്ലാന്റ് വീട്ടിൽ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല. ഒരു ഉപഭോക്താവിന് അറ്റ് ദ സെയിം ടൈം, ഇപ്പൊ നമ്മളെല്ലാം ഉപഭോക്താക്കളെ പ്രൊസ്യൂമർ എന്നാണ് പറയാ, അറ്റ് ദ സെയിം ടൈം ഈസ് കൺസ്യൂമർ മാത്രമല്ല പ്രൊഡക്ഷൻ കൂടി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് പ്രൊസ്യൂമർ എന്നുള്ള പേര് തന്നെ വരുന്നത്. അപ്പം 16% എഫിഷ്യൻസി ഉള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, കാരണം വീട്ടിലൊരു സോളാർ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അത്രയും കറണ്ട് കുറയ്ക്കാൻ സാധിക്കും. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 16%. CUF, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ടർ. 4 യൂണിറ്റാണ് ഒരു ദിവസം കിട്ടുക. ഒരു കേരളത്തിന്റെ ക്ലൈമറ്റ് വരുമ്പോൾ കുറച്ചുകൂടി വേരിയേഷൻസ് ഉണ്ടാവും, കുറയാനും ചാൻസ് ഉണ്ട്, കാരണം 6 മാസത്തോളം മഴയാണ്. അപ്പൊ 1 കിലോവാട്ട് പ്ലാന്റ് വെക്കണമെങ്കിൽ 10 മീറ്റർ സ്ക്വയർ ഏരിയ വേണം. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഓഫ് ഗ്രിഡിൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻവെർട്ടർ ഉണ്ടാവും, DC ലോഡ് വേണമെങ്കിൽ കൊടുക്കാം, ബാറ്ററി ഉണ്ടാവും. ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൺവേർട്ടർ ആണല്ലോ, DC to DC കൺവേർട്ടർ. ഇതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് DC to AC ഇൻവെർട്ടറായി ഒരു ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടാവും. അത് എന്ന് പറഞ്ഞാൽ സോളാർ മീറ്റർ എന്ന് പറയും, എത്രത്തോളം സോളാർ ഉത്പാദിപ്പിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. കൂടാതെ KSEB അല്ലെങ്കിൽ ആ യൂട്ടിലിറ്റി വയ്ക്കുന്ന യൂട്ടിലിറ്റിയുടെ സൈഡിൽ നിന്നുള്ള നെറ്റ് മീറ്റർ ഈ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് AC ലോഡ് കൊടുക്കുന്നുണ്ടാവും. കൂടുതലായിട്ട് ഈ ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്ന വൈദ്യുതി എക്സ്പോർട്ടായിട്ട് ഗ്രിഡിലേക്ക് വരും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം പണ്ടത്തെ നമ്മൾ തുടങ്ങിയത് വൈദ്യുതി ഉത്പാദിപ്പിച്ചു തുടങ്ങിയത് DC-യിലാണ്. അങ്ങനെ ആ ടെക്നോളജിക്കാണ് ഇപ്പൊ തിരിച്ച് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്, DC to phone. അപ്പം നമ്മളിപ്പോ നോക്കി നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും DC-യിൽ ഉപയോഗിക്കുന്ന DC വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, AC to DC കൺവേർട്ട് ചെയ്യണം. AC to DC കൺവേർട്ടർ വരുമ്പോൾ തന്നെ 90%, 10% തുടങ്ങി 30% വരെ എഫിഷ്യൻസി ലോസ് വരുന്നുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഡയറക്റ്റ് DC-ക്കുള്ള ട്രാൻസ്മിഷനും കൂടി ആണ് ഇപ്പം നോക്കിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബ്രഷ്ലെസ് DC ഫാൻ വളരെയധികം ആൾക്കാർ ഇപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, കാരണം അതിന്റെ കൺസംഷൻ വളരെ കുറവാണ്. 28 വാട്ട്, 68 72 വാട്ട്സ് ഒക്കെ ഉള്ള ഫാനിന് ഇവിടെ വരുമ്പോൾ 28 വാട്ട്സ് ഉള്ളൂ. പിന്നെ മീറ്ററാണ് അടുത്തൊരു സ്ഥലം. മീറ്റർ എടുക്കാൻ, റീഡിങ് എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മീറ്ററിനെ കുറിച്ച് നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം അത് മഴ കൊണ്ട് ഇരിക്കുന്ന മീറ്റർ ആണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും മീറ്ററിനെ മഴ കൊള്ളുന്ന രീതിയിലോ ഡയറക്റ്റ് സൺലൈറ്റ് ഇടുന്ന രീതിയിലോ സൂക്ഷിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അനോമലി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ എപ്പോഴും റീഡിങ് എടുക്കാൻ പറ്റുന്ന ഹൈറ്റിലായിരിക്കണം വെക്കേണ്ടത്. ചില വീടുകൾ വളരെ ഹൈറ്റിലായിരിക്കും വെച്ചത്, അപ്പൊ നിങ്ങൾക്ക് പോലും റീഡിങ് എടുക്കാൻ സാധിക്കില്ല.
അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മീറ്റർ ബോർഡ് വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് 85 to 180 സെന്റിമീറ്ററിന്റെ ഇടയിൽ വെക്കാനുള്ള ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഔട്ട്ഡോർ ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ IP55 ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. മഴവെള്ളമോ അല്ലെങ്കിൽ അഴുക്കോ പൊടിയോ ഒന്നും കയറാത്ത രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്ഡോർ ഇൻസ്റ്റലേഷൻസ് വെക്കേണ്ടതാണ്. ഇതൊരു നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇതിനാണ് കട്ട് ഔട്ട് ഫ്യൂസ് എന്ന് പറയാം. ഈ കട്ട് ഔട്ട് ഫ്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇതൊരു കൺസ്യൂമറുടെ പ്രമൈസസ് ആണ്. എർത്തിങ് ഇല്ല, മീറ്റർ ഇങ്ങനെ തൂക്കിയിടേണ്ട ഒരു സാഹചര്യത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൺസ്യൂമേഴ്സ് ശ്രദ്ധിക്കാത്ത മൂലം വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള ക്ലിയറൻസ് 2.5 മീറ്റർ ആയിരിക്കും വെക്കാം. ഹൊറിസോണ്ടൽ ക്ലിയറൻസ് 1.2 മീറ്റർ ഇലക്ട്രിക് ലൈനിന്നും സൂക്ഷിക്കേണ്ട ക്ലിയറൻസ് ആണ്. വീട്ടിലേക്ക് വരുന്ന WP വയർ അല്ലെങ്കിൽ സർവീസ് വയർ എന്ന് പറയും. ആ സർവീസ് വയറിന്റെ മുകളിൽ മരങ്ങൾ വെച്ചുപിടിക്കാണ്ടിരിക്കുക, താഴെ വെച്ചുപിടിക്കാണ്ടിരിക്കുക. 4.6 മീറ്റർ ക്ലിയറൻസ് എന്തായാലും ഉറപ്പുവരുത്തണം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻട്രപ്ഷൻസ് വരുന്നതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ നമ്മുടെ WP വെതർ പ്രൂഫ് വയർ അല്ലെങ്കിൽ സർവീസ് വയർ വെക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും തെങ്ങ് അല്ലെങ്കിൽ മാവ്, അങ്ങനത്തെ വാഴ തുടങ്ങിയ സാധനം വെച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകുന്നത് കുറവായിരിക്കും. ഇതിപ്പോ പല സ്ഥലങ്ങളിലും മരം വീണിട്ടുണ്ടായിട്ടുള്ള ഇൻട്രപ്ഷൻസ് ആണ്. അപ്പം ഇത്രയാണ് ഈ പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഇനി ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ സർ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാനത് വായിക്കാം. ഓക്കെ. Okay, so why it is said that a consumer uses more than 500 unit needs to be converted to three-phase? Will the cost reduced by changing to three-phase? യെസ്, ഡെഫിനറ്റ്ലി. ബിക്കോസ് അതായത് നമ്മളിപ്പോ ഒരു നമ്മുടെ പവർ വരുന്ന സ്ഥലം മീറ്ററിലാണ് പവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തൊട്ടിട്ട് പവർ മെഷർ ചെയ്യാൻ പോവാണ്. അപ്പം പവർ മെഷർ ചെയ്ത് വരുമ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ പെണ്ണിന് കാണാൻ പറ്റുന്നുണ്ടോ? I²R. ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. I²R ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതായത് കോപ്പർ ലോസ്. അപ്പൊ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടില് നോർമൽ കേസിൽ നമ്മൾ ഒരു മീറ്ററിംഗ് പോയിന്റിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ മോട്ടർ ഇരിക്കുന്നുണ്ടാവുക. മോട്ടർ ഇപ്പൊ കിണർ അല്ലെങ്കിൽ ഒരു 120 അടി വെല്ല് വീട്ടില് സബ്മേഴ്സ്, അതായത് കുഴൽ കിണറാണ് എങ്കിൽ ആ കുഴൽ കിണറിലേക്ക് ഒരു 50 മീറ്റർ 150 അടി ഉള്ള ഒരു കുഴൽ കിണറാണെങ്കിൽ ഈ 50 മീറ്ററും കൂടി വയർ റൺ ചെയ്യണം. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എടുക്കാം. ആ റെസിസ്റ്റൻസ് ഇപ്പൊ ലെറ്റ്സ് ഒരു 1 ohm per മീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ohms ആണ്. അപ്പം കറണ്ട് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ 1² 1 ആയി 50. ഞാനൊരു ലോസ് മാത്രമാണ് കണക്കൂട്ടുന്നത് കേട്ടോ. അപ്പൊ 50 വാട്ട്സ് നമുക്ക് അവിടെ ലോസ് മാത്രമായിട്ട് പോവാണ്. അപ്പം ഉണ്ടാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 phase ആണ് നോക്കിയ 3 phase ആണ്. 3 phase നമുക്ക് ഇവിടെ വരുന്ന സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് ഇവിടെ 5 ആംബിയർ അല്ലെങ്കിൽ 6 ആംബിയർ ആണെന്ന് ഇരിക്കും സിംഗിൾ ഫേസ് കൺസ്യൂമർ. അപ്പം 6² 36 ഇൻറ്റു റെസിസ്റ്റൻസ്, അത്രയും റെസിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. അതേസമയം ഓരോ ഫേസിലും 2 ആംബിയർ ആണെങ്കിൽ എത്രയും 2² ഇൻറ്റു 50 3 ടൈംസ്. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ലോസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് വെരി മച്ച്. അപ്പം 3 ഫേസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോപ്പർ ലോസ് അത് നമുക്ക് കൺസിഡറബിളി കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞത്. മാത്രമല്ല കോപ്പറിന്റെ ഗേജ് പോലും ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരാം. പല ഇപ്പം സിംഗിൾ ഫേസ് മീറ്റർ മോട്ടറിൽ അല്ലെങ്കിൽ പവർ സർക്യൂട്ടിലേക്ക് പോകേണ്ട കോപ്പറിന്റെ സൈസ് 1.5 മീറ്റർ 1.5 സ്ക്വയർ mm കേബിളൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോസ് വിൽ ഇൻക്രീസ്. അതേസമയം നമ്മൾ 4 സ്ക്വയർ mm കേബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് അതിനനുസരിച്ച് കുറയും. ക്രോസ് സെക്ഷൻ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് ലോസ് കുറയും. ഇതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഐ ഹോപ്പ് ആൻസർ.
Okay, so next question is the portable welding machine 200 ampere വീട്ടിൽ ഉപയോഗിക്കാൻ സെപ്പറേറ്റ് പെർമിഷൻ എടുക്കണോ? വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വീടുകളിൽ നമുക്ക് 10% 10% ഓർ 20% അല്ലെങ്കിൽ 1000 വാട്ട്സ് വരെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വെൽഡിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ 1 കിലോവാട്ടിന് കൂടുതലുണ്ടാവും. ഇത് എന്തിനാണ് ഈ പെർമിഷൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു സംഭവം. നമ്മൾ ഇപ്പൊ കൂടുതൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെൽഡിംഗ് മെഷീൻസിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം അതിൽ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര അധികമാണ്. അപ്പോൾ ഒരിക്കലും ഒരു RCCB ഇല്ലാത്ത പോയിന്റ് നിന്നാണ് നമ്മൾ ഡയറക്റ്റ് മീറ്ററിംഗ് പോയിന്റ് തൊടാനേ പാടില്ല. ഇനി നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ അവിടെ നിന്നാണ് സാധാരണ കേസിൽ എല്ലാവരും എടുക്കുക. അവിടെയാണ് അപകടങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇപ്പൊ പെർമിഷൻ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൈൻ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പം ലൈസൻസിയുടെ ഭാഗത്തു നിന്നും പെർമിഷൻ എടുക്കേണ്ട അത്യാവശ്യമാണ്. മാത്രമല്ല ഈ പറഞ്ഞ വാട്ടേജ് കൂടുമ്പോൾ ഈ പറഞ്ഞ അവിടെ ഫീസിബിൾ ആണോ അല്ലെങ്കിൽ എവിടെ നമ്മൾ ഉപയോഗിക്കും RCCB ഇല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. Okay, sir. Then next question, whether the use of inverter increases the power consumption considerably. May I know the average unit consumed by an inverter per day? ഓക്കെ, അതായത് ഇൻവെർട്ടറിന് ഞാൻ പറഞ്ഞു, ഇൻവെർട്ടറിൽ എന്ത് ചെയ്യണം, AC പിടിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, AC പിടിച്ച് DC ഇട്ട് ബാറ്ററിനെ ചാർജ് ചെയ്യണം. അതിനെ ട്രിക്കിൾ ചാർജ് എന്ന് പറയും. ഈ ട്രിക്കിൾ ചാർജ് നോർമൽ കറണ്ടിനേക്കാളും ഒരു 2% 3% ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ഇൻവെർട്ടർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ചവനെ ചാർജ് ചെയ്യണം. അപ്പൊ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ AC പിടിച്ച് DCക്ക് ബാറ്ററി ചാർജ് ചെയ്തു തിരിച്ച് DC AC ആയിട്ട് നമുക്ക് സപ്ലൈ തരാണ്. അപ്പം ഇതിനകത്ത് കൺസംഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു 0.05 വാട്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട കണക്കൂട്ടാൻ എളുപ്പത്തിന് 0.1 വാട്ടാണെന്ന് വിചാരിക്കുക. ഇൻറ്റു 24 എന്ന് വന്നു കഴിഞ്ഞാൽ 2.4 വാട്ടായി ഒരു ദിവസം ഉണ്ട്. അത് 100 ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 240 വാട്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞത് 0.1 വാട്ടേജ് ആണ് കേട്ടോ. നോർമലി ഇതിനേക്കാൾ എത്ര കൂടുതലാണ് നമുക്ക് ഇപ്പൊ എനിക്ക് എക്സാക്ട് ഫിഗേഴ്സ് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു 2 ആംപിയർ 3 ആംപിയർ ഒക്കെ എടുക്കുന്ന ഒരു ഇൻവെർട്ടർ വിൽ ഡെഫിനറ്റ്ലി കൺസ്യൂം ഒരു യൂണിറ്റിന്റെ അടുത്തൊക്കെ എന്തായാലും ഒരു ദിവസം കൺസ്യൂം ചെയ്തിരിക്കും. അതുകൊണ്ട് മാത്രമല്ല ബാറ്ററി മോശമാവും തോറും ഇൻവെർട്ടർ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. Okay, sir. Then next question, single phase user has high electricity bill. Will switching to 3-phase connection have any benefits? Yes, I think I already answered to that question. കാരണം സിംഗിൾ ഫേസ് 3 ഫേസിലേക്ക് വരുമ്പോൾ നമ്മുടെ കോപ്പർ ലോസിൽ കാര്യമായിട്ടുള്ള കുറവ് കൊണ്ടുവരാൻ പറ്റും. ഇഫ് യു ബാലൻസ് യുവർ ലോഡ് എപ്പോഴും ബാലൻസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സിംഗിൾ ഫേസ് യൂസർക്ക് ബില്ലിന്റെ കൺസംഷൻ പാറ്റേണിൽ കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവൈലബിലിറ്റി ആണ്. അപ്പം അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു 3 ഫേസ് കൺസ്യൂമർക്കുള്ളതിനേക്കാളും 66% കൂടുതൽ അവൈലബിലിറ്റി ഒരു 3 ഫേസ് കൺസ്യൂമർക്ക് ഉണ്ടാവും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാൻഡേറ്ററി അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഓൾവേസ് 3 phase is better than single phase. Okay, then next is regarding the use of RCCB. It is not working properly when inverter is connected. Any suggestions for that? Okay, ഇൻവെർട്ടർ കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ എർത്തിങ് സിസ്റ്റം, കാരണം എർത്തിങ് സിസ്റ്റത്തിലാണ് ഈ പറഞ്ഞ പ്രശ്നം നോർമലി വരാറ്. പിന്നെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വീടുകളിൽ ഇൻവെർട്ടറിന് ആൾക്കാരുണ്ടാവും. RCCB വെച്ചിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻവെർട്ടറിന്റെ എർത്തിങ് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ലീക്കേജ് ഇല്ലാതെ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ RCCB ട്രിപ്പ് ചെയ്യുന്നുണ്ടാവും ഇൻവെർട്ടർ യൂസ് ചെയ്യുമ്പോൾ. സോ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ഇൻവെർട്ടർ.
ആൻഡ് ഡോണ്ട് വറി, ദർ ഇസ് നത്തിങ് റോങ് വിത്ത് RCCB. RCCB അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ അതർ ഇഷ്യൂ. അപ്പൊ ഈ ഇൻവേർട്ടറിന്റെ മാത്രമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇൻവേർട്ടർ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്ത് ഇൻവേർട്ടറിനെ ടെസ്റ്റ് ചെയ്ത് ഇൻവേർട്ടർ ശരിയാണോ, ചിലപ്പോൾ അതിന്റെ വല്ല ഇൻസുലേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൻവേർട്ടർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം 30 മില്ലി ആംബിയർ നമ്മൾ ഗാർഹിക ഉപയോഗങ്ങൾക്ക് 30 മില്ലി ആംബിയർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എർത്ത് ലീക്കേജ്. അതേസമയം ഇൻഡസ്ട്രി ഉപയോഗങ്ങൾക്ക് 100 മില്ലി ആംബിയർ വരെയുള്ള ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ട്. Okay, so one more question. What are these T1, T2, etc. in the digital meter? ഓക്കെ, T1, T2, T3 ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു. T1, T2, T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൈം സോണിൽ ആണ് കൺസംഷനെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ശേഷം നമ്മൾ ഈ പറഞ്ഞ വൈദ്യുതി ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ളൊരു കൊമോഡിറ്റി ആയി. അപ്പം നമ്മൾ വൈദ്യുതി എല്ലാം ബുക്ക് ചെയ്യുമ്പം ഓരോ സമയത്തിനെ ബേസ് ചെയ്തിട്ട് ചാർജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ T1, T2, T3 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ സമയം ഏതാണ്ട് 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയി. അപ്പൊ നമ്മൾ ടൈം സോൺ പീക്ക് നമ്മൾ സമയത്തേക്ക് എത്തി, അതായത് രണ്ടാമത്തെ ടൈം സോൺ. അപ്പം തൊട്ട് മുമ്പുണ്ടായിരുന്ന നോർമൽ ടൈം സോണിലായിരുന്നു. നോർമൽ ടൈം സോണിൽ വൈദ്യുതിയുടെ ചാർജ് ഒരു 5 രൂപയാണെന്ന് വിചാരിക്കും. ഇവിടെ വരുമ്പം അത് 20% കൂടി വരും. അപ്പം 1 രൂപ അങ്ങോട്ട് കയറി. ഇവിടെ വരുമ്പം നമുക്ക് 1 രൂപ കുറവായിരിക്കും, 4 രൂപയ്ക്ക് എത്തി. അപ്പൊ ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലോഡ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പീക്ക് ലോഡിൽ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ഷോർട്ടേജ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ്. അല്ലെങ്കിൽ ഇപ്പം വൈദ്യുതി കൂടുതൽ ഉപയോഗം വരുന്ന ആ സമയത്താണ്. അതുകൊണ്ട് ആ സമയത്ത് വൈദ്യുതിക്ക് കൂടുതൽ വില എന്നുള്ളത് കൊണ്ടാണ് ഈ പീക്ക് എന്ന് പറഞ്ഞ T. അപ്പൊ അതാണ് T1, T2, T3. നോർമലി ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടു ദിസ് KWH എന്ന് പറയുന്ന റീഡിംഗ് ഇവിടെ കാണുന്ന ഈ T1നെ കുറിച്ച് അറിയേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റീഡിംഗ് കിട്ടും, KWH എന്ന് റീഡിംഗ് കിട്ടും. അതാണ് ടൈം സോൺ ആണ്, ടൈം ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞ TOD. അതിൽ T1, T2, T3 ഇൻഡിക്കേറ്റ്സ് ഡിഫറെന്റ് ടൈം സോൺസ്. Okay, sir. So audience, സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ വാട്സപ്പിൽ ഇടുന്നതാണ്. സോ എല്ലാവരും വാട്സപ്പിൽ ഇനി ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടാൽ മതി. ആൻഡ് താങ്ക് യു, നന്ദിയുണ്ട് സർ, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ഈ സായാഹ്നത്തിൽ ചിലവഴിച്ചതിന് നന്ദി. ദെൻ അടുത്തതായി ഒരു വെർച്വൽ ഫോട്ടോഗ്രാഫ് എടുക്കാനായി എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. മിസ് റനീന റൌഫ്, ഒന്ന് ഫോട്ടോ എടുക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ. ഗൈസ് ഒന്ന് എല്ലാവരും ഒന്ന് ഓൺ ആക്കണേ, ഒരു വെർച്വൽ ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്തു കേട്ടോ. Okay, thank you everyone. Okay, thank you so much everyone, Okay. especially Anirudh who has contacted me, and the host Ranina Rauf. Okay, Vidya, thank you Vidya, thank you so much. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇനി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി മിസ്റ്റർ ആൽബിൻ പോൾ അവർകളെ ക്ഷണിക്കുന്നു.
Hello Vidya, am I audible? Yes. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് വൈദ്യുതി. ഇന്ന് നമുക്ക് വൈദ്യുതി ഇല്ലാതെ ഒരു ദിവസം പോലും ചിന്തിക്കാൻ കഴിയുകയില്ല. അത്രയും സ്വാധീനമാണ് വൈദ്യുതി നമ്മളിൽ ചെലുത്തുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ ആലോചിച്ച് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും. എന്നാൽ വൈദ്യുതിയുടെ ആവശ്യമില്ലാത്ത ഉപയോഗവും ഉപയോഗ രീതിയിലുള്ള അശ്രദ്ധയും കാരണം ഈ ലോക്ക്ഡൌൺ കാലത്ത് നാം നേരിടുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് കറണ്ട് ബിൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബിൽ കണ്ട് വ്യാകുലപ്പെട്ടവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇന്ന് എഞ്ചിനീയർ ഷൈൻ സെബാസ്റ്റ്യൻ അവരുടെ സഹായത്തോടെ അതിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ ഇപ്പോൾ പ്രാപ്തരായിരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും മൂല്യമുള്ള വാക്കുകൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച എഞ്ചിനീയർ ഷൈൻ സെബാസ്റ്റ്യൻ അവർക്കും ഈ പരിപാടി വിജയകരമാക്കാൻ സഹായിച്ച IEEE PES യങ് പ്രൊഫഷണൽ കേരള കോർഡിനേറ്റർ എഞ്ചിനീയർ KS ശരൺ, ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് അഭിനവ്, രനീന, സ്റ്റുഡന്റ് അംബാസഡേഴ്സ് അനിരുദ്ധ്, അദീന, കാതറിൻ, വിദ്യ എന്നിവർക്കും IEEE PES YPയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇത്രയും സമയം അക്ഷമയായി വെബിനാർ പങ്കെടുത്ത് ഊർജ്ജനിധി കരസ്ഥമാക്കിയ നിങ്ങൾ എല്ലാവർക്കും IEEE PES YP കേരളയുടെയും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്ന് മനസ്സിലാക്കിയ ഈ പുതിയ അറിവുകൾ നമുക്ക് നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കി വൈദ്യുതിയെ നമുക്ക് സംരക്ഷിക്കാം. നാം ഒന്നായി കരുതാം നാളേക്കായി. നന്ദി, നമസ്കാരം. നന്ദി മിസ്റ്റർ ആൽബിൻ. ഇത്ര നേരം ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച എല്ലാവർക്കും എന്റെ പേരിലും IEEE PES യങ് പ്രൊഫഷണൽ കേരളയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി.